പ്രകരണമാണ് കാണുന്നത്. കർദമ പ്രജാപതി ദേവഹൂതിയെ വിവാഹം കഴിച്ചു. അങ്ങനെ അതിൽ ഭഗവാൻ കപിലൻ എന്നുള്ള പേരിൽ അവതരിച്ചു. സാഖ്യ ദർശനത്തിന്റെ ആചാര്യനാണ് ഈ കപിലമുനി. മഹർഷി കപില ആചാര്യ എന്ന് സഹസ്രനാമത്തിലും കാണാം. വെറും കപിലനല്ല, മഹർഷി. അങ്ങനെയുള്ള ഭഗവാന്റെ കഥ വർണ്ണിക്കുകയാണ്. ദേവഹൂതി അമ്മ കപിലന്റെ അടുത്ത് വന്ന് തൊടുത്ത് നമസ്കരിച്ചു. മകൻ എന്നുള്ള മട്ടിലല്ല കാണുന്നത്, ഇപ്പം ഗുരുനാഥൻ എന്നാ കാണുന്നത്. ആ മട്ടില് ആശ്രയിച്ചാൽ മാത്രമേ തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുള്ളൂ ഗുരുനാഥൻ. ബന്ധുവായിട്ടും സുഹൃത്തായിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ തത്വമൊന്നും ഉപദേശിക്കില്ല. അർജുനന്റെ കൂടെ കുറെ കാലം കൃഷ്ണൻ ഉണ്ടായിരുന്നു. ഒന്നും അർജുനൻ ചോദിച്ചിട്ടുമില്ല, കൃഷ്ണൻ ഉപദേശിച്ചിട്ടുമില്ല. അവസാന യുദ്ധക്കളത്തിൽ വെച്ച് വല്ലാതെ വിഷമം വന്ന സമയത്ത് കാൽക്കൽ വീണ്, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എനിക്ക് വേണ്ടത് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഗീത ഉപദേശിക്കുന്നത്. അപ്പൊ ആ ശിഷ്യനാ പ്രാപ്തി വരുമ്പോൾ മാത്രമേ തത്വം ഉപദേശിക്കുള്ളൂ. വേണമെന്നുള്ളവർക്കേ കൊടുക്കാവൂ, ദാഹിക്കുന്നവർക്കേ വെള്ളം കൊടുക്കുള്ളൂ. വേണമെന്നില്ലാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വില ഉണ്ടാവില്ല, ഇത് തട്ടിക്കളയും. അതുകൊണ്ട് വേണം എന്നുള്ള ആഗ്രഹമാണ് മുഖ്യം. ഇവിടെ അമ്മയ്ക്ക് ഇപ്പം എന്താ, ഭൗതികമായ വിഷയങ്ങളുടെ പിന്നാലെ പോയി കുറേ കാലം കുറെ കണ്ടു, കുറെ കേട്ടു, കുറെ തൊട്ടു, കുറെ കഴിച്ചു, ഇപ്പൊക്കെ മനസ്സിലായി എന്ത്, അതുകൊണ്ടൊന്നും തൃപ്തിയാവലായിട്ടില്ല, കണ്ടു മതിയാവലായിട്ടില്ല. വെറുതെ വിചാരിക്കുക, എത്ര സീരിയൽ എന്തൊക്കെ നമ്മൾ കണ്ടു. സീരിയലൊക്കെ ഒന്ന് തന്നെ, ഒരേ കഥ തന്നെയാ അല്ലേ? സീരിയൽ ഉണ്ടായെന്ന് മുതൽ ഇപ്പം കഥയൊക്കെ ഒന്ന് തന്നെ, പേരിങ്ങനെ മാറും, ഒരേ സംഗതി. പേപ്പറിലുള്ള വാർത്ത ഒരേ വാർത്ത, ആള് മാറുന്നേ ഉള്ളൂ. കത്തിക്കുത്ത് മറ്റു പലതും ഒന്നും പറയണില്ല. ഇപ്പം കൂടുതൽ പറഞ്ഞൊന്നും കൂടി മനസ്സ് കലുഷാവണ്ട. ഇത്രയേ ഉള്ളൂ. ഇതന്നെ ലോകത്ത് നടക്കുന്നത്. അതന്നെ വായിച്ച് തന്നെ ഇരുന്ന് ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. നിർവിണ്ണ നിതരാം ഭൂമൻ അസതീന്ദ്രിയ ദർശനാത്. കുറെ കണ്ടു, കുറെ കേട്ടു, കുറെ അനുഭവിച്ചു, എന്നിട്ടൊന്നും തൃപ്തി വരലായിട്ടില്ല. പിന്നെയും അതന്നെ അനുഭവിക്കുന്നു. വീണ്ടും അടുത്ത ജന്മം ഇതിന്റെ ബാക്കി വാസന വെച്ചും കൊണ്ട് വീണ്ടും ഇതേ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പാകത്തിന് എത്ര കാലായി. ഒന്ന് രക്ഷപ്പെടണ്ടേ, ഈ സംസാര ചക്രത്തിൽ നിന്ന് പുറത്തെത്തണ്ടേ? അതിനുള്ള വഴിയാണ് ഇപ്പൊ അമ്മ ചോദിച്ചത്. മടുത്തു, ഞാനിപ്പോ പടുകുഴി ചെന്ന് ചാടി, ഇപ്പൊ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. അതിന്റെ വഴി പറഞ്ഞത് കേട്ട് കൂടെ നടന്ന് ഇപ്പൊ എന്തായി, മനസ്സ് ചതിയനാണ്. അതിപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. നല്ലൊരു കുണ്ടിലേക്ക് വീഴ്ത്തിയിട്ടായി പോയി, മനസ്സങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പൊ നമുക്കതൊന്ന് രക്ഷപ്പെടാനുള്ള പ്രയാസം. അതുകൊണ്ട് ഗുരുനാഥനായിട്ട് ഞാൻ കാണുകയാണ്, എന്നെ ഉയർത്തണേ, രക്ഷിക്കണേ എന്ന് പറഞ്ഞ കാൽക്കൽ വീണ സമയത്ത് ആ മകൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ് കാപിലേയം. അമ്മയോട് പറയാണ്, അമ്മേ, യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ അത്യന്തോപരതിർ യത്ര ദുഃഖസ്യച സുഖസ്യച. വാസ്തവം പറഞ്ഞാൽ അമ്മ പറയുന്നത് ദുഃഖാന്നാണ്. ഇവിടെ ദുഃഖം എന്ന് പറഞ്ഞതൊന്നുമില്ല അമ്മേ, ഇതൊക്കെ സങ്കല്പമാണ്. ദുഃഖം എന്ന് വിചാരിച്ചാൽ ദുഃഖം, സുഖം എന്ന് വിചാരിച്ചാൽ സുഖം. അതല്ലാതെ വാസ്തവത്തിൽ എന്തില്ല, സുഖവും ഇല്ല, ദുഃഖവും ഇല്ല, ഉള്ളത് ആനന്ദം മാത്രം. മനസ്സ് സങ്കല്പിക്കുന്നതിനനുസരിച്ചാണ് സുഖവും ദുഃഖവും. കണ്ണ് പറഞ്ഞ അർത്ഥം ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക്. അതിന് അനുകൂലമായ നമ്മൾ എന്ത് പറയും, സുഖം എന്ന് പറയും. അതിന് പ്രതികൂലമായാലോ എന്ത് പറയും, ദുഃഖം എന്ന് പറയും. ഒരാളുടെ ഇന്ദ്രിയത്തിന് പ്രതികൂലമായത് വേറൊരാൾക്ക് അനുകൂലമായെന്ന് വരാം. ഒരേ പാട്ട് കേട്ട് ഒരാൾ നല്ല രസം ചാടിക്കളിക്കുന്നുണ്ട്, മറ്റാളോ ഒന്ന് ഓഫാക്കുണ്ടോ, വയ്യട്ടോ, ഇത് വയ്യ. ഒരേ പാട്ടാ, പാട്ടിൽ സുഖവും ദുഃഖവും ഉണ്ടോ, ഇല്ല. അങ്ങനെയാണെങ്കിൽ പാട്ടിൽ സുഖം ഉണ്ടെങ്കിൽ ആ പാട്ട് എല്ലാവർക്കും സുഖമാവണം, പാട്ടിൽ ദുഃഖം ഉണ്ടെങ്കിൽ ആ പാട്ട് എല്ലാവർക്കും ദുഃഖാവണം. ഒരേ സംഗതി കഴിച്ചിട്ട് നല്ല സ്വാദ്, നല്ല രസമായിട്ട്, ഒന്ന് ഇഡ്ഡലി ഗംഭീരായി, നല്ല നല്ല സ്വാദ്. ചിലരല്ല എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഒരേ കൂട്ടാൻ ഒരാൾക്ക് പ്രിയം നൽകുന്നു, ഒരാൾക്ക് അപ്രിയം നൽകുന്നുവെങ്കിൽ കൂട്ടാൻ നല്ല പ്രശ്നം, അവനവന്റെ മനസ്സിനാണ് പ്രശ്നം. ഇന്ദ്രിയങ്ങൾക്ക് അനുകൂലമായ അതിന് സുഖം എന്ന് പറയും, ഇന്ദ്രിയങ്ങൾക്ക് പ്രതികൂലമായ ദുഃഖം എന്ന് പറയും. ഒരേ സ്ഥലത്തിരുന്ന് ദുഃഖിക്കുന്നവരുണ്ടല്ലോ, സുഖിക്കുന്നവരുണ്ടല്ലോ. ഒരേ സ്ഥലം, ഒരേ വേദി, ഒരേ സ്ഥലം. ഒരാൾ ദുഃഖിച്ചിരിക്കുന്നു, ഒരാൾ സുഖിച്ചിരിക്കുന്നു. എന്താ അപ്പൊ അതിന് പറയാ? വാസ്തവത്തിൽ നമ്മൾ കൽപ്പിക്കുന്നതനുസരിച്ചാണ് സുഖവും ദുഃഖവും. ഇപ്പൊ സുഖാണെന്ന് വിചാരിച്ചു നോക്കൂ, എന്തായി? ഒന്ന് കണ്ണടക്കിയ മല്ലൊന്ന് ശ്വാസം വലിക്കുക, സുഖ വിചാരിച്ച സുഖമായി. തിരിച്ചു വിചാരിക്കും, ഇപ്പൊ ദുഃഖ വിചാരിച്ചു നോക്കും, എന്തായി? അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ എന്താ, എന്ത് സുഖം എന്ത് ദുഃഖം? ദുഃഖസ്യച സുഖസ്യച, അത്രയൊക്കെ ഉള്ളൂ. സുഖം ദുഃഖം എന്നൊക്കെ പറഞ്ഞ കാര്യം നമ്മൾ തന്നെ കൽപ്പിക്കും. ഇന്നത് കിട്ടണം എന്നാലേ ഞാൻ സുഖിക്കുള്ളൂ എന്ന് വിചാരിക്കും. അത് കിട്ടുമ്പോൾ സുഖം എന്ന് നമ്മൾ നടിക്കും. ഇന്നത് നഷ്ടപ്പെട്ടാൽ ദുഃഖം എന്ന് വിചാരിക്കും, അത് പോയാൽ ദുഃഖമായി. ഒന്നുമില്ല, ഒന്നും വിചാരിക്കണം. നഷ്ടപ്പെട്ടാലും ഇല്ലാലും കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ സുഖമായിട്ടിരിക്കുന്നു വിചാരിച്ചു നോക്കൂ. അങ്ങനെയുള്ളവരെ ദുഃഖിപ്പിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. എന്തൊക്കെ കിട്ടിയാലും കുഴപ്പമില്ല, എന്തൊക്കെ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും ദുഃഖിക്കാൻ പോണില്ല. എന്താണ്? രോഗം വരെയിരിക്കും, ദുഃഖിക്കാൻ പോണില്ല. കാശുണ്ടാവും, ഇല്ലാണ്ടാവും, ദുഃഖിക്കാൻ ഞാൻ പോണില്ല. തീരുമാനിച്ചു നോക്കൂ, ആർക്ക് ദുഃഖിപ്പിക്കാൻ പറ്റും? ആർക്കും സാധിക്കില്ല. ദുഃഖസ്യച സുഖസ്യച.
ദുഃഖം സുഖം എന്നുള്ളത് അമ്മയെ സങ്കല്പാണ്, ആപേക്ഷിക്കാണ്. ഇന്നലെ സുഖമായിരുന്നു ദുഃഖമായി തോന്നാറുണ്ട്, ഇന്നലെ ദുഃഖമായിരുന്നു സുഖമാവാറില്ലേ? അങ്ങനെ ചിലർ പറയാറുണ്ട്, ഇന്നലെ എന്തായിരുന്നു അന്ന് എന്തായിരുന്നു വിചാരിച്ചത്, സുഖമായിട്ടിരിക്കുക വിചാരിച്ചു, ഇപ്പോഴല്ലേ ദുരിതം മനസ്സിലായത് അല്ലേ? എത്ര ആലോചന വന്നതാ ഇല്ലേ? അന്ന് അന്ന് സുഖമായത് ഇപ്പം ദുഃഖമായിട്ട് തോന്നാറുണ്ട്. തിരിച്ചും പതിവുണ്ട് ഇല്ലേ? തിരിച്ചു ആവാറുണ്ട്. പണ്ട് ദുഃഖമായത് ഇപ്പം സുഖമായിട്ട് തോന്നാറുണ്ട്. അങ്ങനെയും പതിവുണ്ട്. നമ്മൾ ബസ് കാത്തൊന്നും ബസ് നിർത്താണ്ട് കണ്ട് പോയി, സമയത്തിന് ഓഫീസിലെത്തുമോ? ബസ്സിലെ ഡ്രൈവറെ ശപിച്ചു, ദുഷ്ടാ നിർത്താണ്ട് പോയില്ലേ പറഞ്ഞു. അയാളെ കുറേ ചീത്ത പറഞ്ഞു. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് അടുത്ത ബസ് വന്ന് അതിൽ കയറി പോകുമ്പോഴാണ് മറ്റേ ബസ് ആ തോട്ടിൽ വീണ് കിടക്കുക, നിർത്താണ്ട പോയ ബസ്. നമ്മൾ ആരെ സ്തുതിച്ചു? എൻ്റെ ഡ്രൈവറെ. നിർത്തിയിരുന്നെങ്കിൽ നമ്മളും ഉണ്ടായിരുന്നു തോട്ടിൽ. നിർത്താണ്ട പോയത് എത്ര നന്നായി. അതെ, അന്ന് അങ്ങനെ സംഭവിച്ചത് എത്ര നന്നായി. അന്ന് ആ പരീക്ഷ എഴുതാഞ്ഞത് എത്ര നന്നായി. അന്ന് അങ്ങനെ പാസ്സാവാഞ്ഞത് എത്ര നന്നായി. അതൊക്കെ ഇന്ന ദിക്കിലേക്ക് എത്തും, ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ലല്ലോ. അതാണ് അന്ന് ദുഃഖം എന്ന് വിചാരിച്ച സംഗതി പിന്നീട് എന്തായി മാറുകയാണ്? പിന്നീട് അത് സുഖമായിട്ട് മാറാറുണ്ട്. സുഖം ദുഃഖം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം, അത്ര തന്നെയുള്ളൂ. വാസ്തവത്തിൽ സുഖവും ദുഃഖവും അല്ല ആഗ്രഹിക്കേണ്ടത്, പിന്നെയോ ആനന്ദം. സുഖം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടെങ്കിൽ സുഖം ഉണ്ടാവും. രണ്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ട, രണ്ടും വേണ്ട. എപ്പോഴും ആനന്ദമായിട്ടിരിക്കുക, സുഖത്തിൽ വല്ലാതെ ഇങ്ങോട്ട് മതി മറക്കാണ്ടിരിക്കുക, ദുഃഖം വരുമ്പോൾ തളരാണ്ടിരിക്കുക, മനസ്സിനെ സമമാക്കി നിർത്താൻ ശ്രമിക്കുക. അതാണ് അമ്മേ വേണ്ടത്. അതിന് ശ്രമിക്കൂ. വിഷയങ്ങളോട് കൂടി മനസ്സ് ചേർന്നാൽ ദുഃഖിക്കേണ്ടി വരും. മതിരിഹ ഗുണസക്ത ബന്ധകൃത്. മതി എന്ന് പറഞ്ഞാൽ മനസ്സ്. മനസ്സ് ഗുണങ്ങളോട് കൂടി ചേർന്നാൽ, വിഷയങ്ങളോട് കൂടി ചേർന്നാൽ ദുഃഖമാണ് ഉണ്ടാവുക. നേരെ മറിച്ച് അവിടുന്ന് എടുത്താലോ, ഭഗവാനോട് ചേർത്താൽ മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷസക്താതു അമൃതകൃത്. അവിടുന്ന് ആ മനസ്സിനെടുത്ത് ഭഗവാനിലേക്ക് ചേർത്താൽ അതന്നെ അമൃതത്വത്തിന് കാരണമാവും. ഒരേ മനസ്സ് തന്നെയാണ് ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം. ഒരേ വസ്തു. അതിനെ വേണ്ടതുപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് തന്നെ നമുക്ക് ആനന്ദം തരും, ശ്രദ്ധിച്ചില്ലെങ്കിലോ ദുഃഖം തരും. ഒരേ സംഗതി മനസ്സ്. നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കണമെന്ന് നോക്കിയിട്ടാ, അതിനനുസരിച്ചാണ് ഫലം. സജ്ജന സംസർഗം, ഈശ്വര കഥകൾ കേട്ടുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നതെങ്കിൽ മനസ്സ് കലുഷാവില്ല. അതുകൊണ്ട് ഭാവിയിൽ സുഖം അനുഭവിക്കാം, ശാന്തി അനുഭവിക്കാം. നേരെ മറിച്ച് വിഷയവിചാരത്തോടു കൂടി ഇരുന്ന് നോക്കൂ, തൽക്കാലക്കൊരു സുഖമൊക്കെ ഉണ്ടാവും, പക്ഷെ ഭാവിയിൽ വലിയ ദുഃഖം തരും. വേണ്ടില്ലായിരുന്നു, അത് വേണ്ടില്ലായിരുന്നു. എന്തൊക്കെയോ കുറ്റം പറഞ്ഞ അയാളെ പറ്റി, ആവശ്യമില്ലായിരുന്നു. വലിയ ദുഃഖമായിട്ട് പിന്നീട് തോന്നും. അതുകൊണ്ട് എപ്പോഴും സത്സംഗം, സജ്ജനങ്ങളായിട്ട് കൂടിച്ചേരുക, സൽകഥകൾ കേൾക്കുക. അങ്ങനെയാകുമ്പോൾ ഹൃദയം ശുദ്ധമാവും. മനസ്സിനെന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സ്വഭാവം ഒട്ടലാണ്. എന്താ സ്വഭാവം? ഒട്ട, എവിടെയെങ്കിലും പോയി ഒട്ടും എന്നാണ്. നമ്മളായിട്ട് ഒന്നിനോട് ഒട്ടിച്ചില്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും പോയി ഒട്ടും. ഇപ്പൊ നമുക്ക് കുഴപ്പമില്ല, കാരണം 7 ദിവസം ഇവിടെ ഒട്ടി. ഇവിടെ ഒട്ടിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയിരുന്ന് ഒട്ടും. പിന്നെ അത് പ്രശ്നമായിട്ട് മാറും, വലിയ ബുദ്ധിമുട്ടാണ്. അല്ലാണ്ട് ഒട്ടിയ പിന്നെ പിടിച്ചെടുക്കുമ്പോൾ പെയിന്ററൊക്കെ പോരും ഇല്ലേ? ഇതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. ആനയുടെ തുമ്പിക്കൈ പോലെ മനസ്സെന്ന് പറയും. ഇവിടെ ഉള്ളവർക്ക് പിന്നെ അത് പറഞ്ഞിട്ട കാര്യമൊന്നുമില്ല. ആനയുടെ തുമ്പിക്കൈയിലൊന്നും വെച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ വിവരമുള്ള പാപ്പാൻ എന്ത് ചെയ്യും? പോകുമ്പോൾ തന്നെ വല്ല പനമ്പട്ട എന്തെങ്കിലും കൈ കൊടുക്കും, എന്നാ പിന്നെ അത് പിടിച്ച് അവിടെ ഇരുന്നോളും. അത് കൊടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം? പോണ വഴിക്ക് അപ്പുറത്തും ഇപ്പുറത്തുള്ള മതിലിന്റെ അടുത്ത വീടുകളിൽ നിന്നൊക്കെ പലതും തെങ്ങും അല്ലെങ്കിൽ ഓലയും തേങ്ങയും ഒക്കെ എടുക്കും, പിടിക്കും. അവരുടെയൊക്കെ ചീത്ത ആര് കേൾക്കേണ്ടി വരും? പാപ്പാൻ കേൾക്കേണ്ടി വരും. ആനയുടെ സ്വഭാവം അറിയണ പാപ്പാൻ അവിടുന്ന് പുറപ്പെട്ട് വരുമ്പോഴേ എന്തെങ്കിലും ഒന്ന് കൈ കൊടുക്കും, എന്നാ പിന്നെ അതും പിടിച്ചിരുന്നോളും. ഇപ്പം നമ്മുടെ കയ്യിൽ പട്ട വെച്ചു, അതാണ് പുസ്തകം ഭാഗവതം. അതും പിടിച്ച് അവിടെ ഇരുന്നോളും 7 ദിവസം. മറ്റുള്ളവർക്ക് വലിയ ഉപദ്രവമില്ല. അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെ കാട്ടിക്കൂട്ടും, എന്തെല്ലാം ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇപ്പം വലിയ സുഖം തോന്നുന്നുണ്ടാവില്ലായിരിക്കും, പക്ഷെ ഇത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും 7 ദിവസം നന്നായിട്ടോ. എന്താ വെച്ചാൽ ഇത്രയും ദിവസം വേറെ വിഷയങ്ങളുടെ പിന്നാലെ പോയില്ല, അതിൻ്റെ ഒരു സുഖം, കുളിർമ ഹൃദയത്തിലുണ്ടാവും. ഈ പറഞ്ഞൊന്നും കേട്ടില്ലെങ്കിലും സാരമില്ല, 7 ദിവസം എന്തായാലും കുത്തുവാക്കൊന്നും പറഞ്ഞില്ല, വല്ലാണ്ട് വർത്തമാനമൊന്നും പറയാൻ പോയില്ല. മിണ്ടാണ്ടിരുന്ന് നോക്കൂ. മിണ്ടാണ്ടിരിക്കുമ്പോൾ ഒക്കെ പ്രയാസം ഉണ്ടാവും, പക്ഷെ അന്ന് രാത്രിയും നമുക്ക് തോന്നും എത്ര നന്നായി. എന്തൊക്കെ പറയാൻ വന്നതൊക്കെ ഞാൻ പുറത്ത് പറഞ്ഞിരുന്നെങ്കിൽ എത്ര ശത്രുക്കൾ ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ എന്തോ നിർത്തി വെച്ചോണ്ട് എത്ര നന്നായി, എത്ര സമാധാനം ഉണ്ട്. മതിരിഹ ഗുണസക്ത ബന്ധകൃത്. മനസ്സിന്റെ സ്വഭാവം ഒട്ടലാണ്. അതിന് നമ്മളായിട്ടൊന്നും ഒട്ടിച്ചിട്ടില്ലെങ്കിൽ അത് എവിടെയെങ്കിലും പോയി ഒട്ടും. വെറുതെ ഇരിക്കരുത് പറയും. വെറുതെ ഇരിക്കുന്നവന്റെ മനസ്സ് ചെകുത്താന്റെ പണിശാലി എന്നാ പറയാ. ഈ വെറുതെ ഇരിക്കുന്നവരാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. വെറുതെ ഇരിക്കുന്നവർക്ക് വേണ്ടാത്തത് ചെയ്യാനാണ് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ വേണ്ടതിലേക്ക് കൊണ്ടുപോകണം, നമ്മളെ നന്മയിലേക്ക് നയിക്കുന്ന വിഷയത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. മനസ്സുള്ളിടത്തോളം കാലം ആ പ്രശ്നമുണ്ട്. അല്ലെ മനസ്സില്ലേണ്ടി ആവണം എന്ന് പറഞ്ഞാൽ ഉറങ്ങണത് വരെ പ്രശ്നക്കാരനാ. അതല്ലെങ്കിൽ മുക്തനാവണം. അതല്ലാത്ത കാലത്തോളം എപ്പോഴും സത്സംഗം, മനസ്സങ്ങനെ വഴിമാറാതെ പോവാതെ ശ്രദ്ധിക്കണം.
അതിനെന്താ വഴി? അതിന് സജ്ജനങ്ങളായിട്ട് കൂടിച്ചേരുക. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള കൽമഷങ്ങൾ പോകും. പ്രധാനമായിട്ടുള്ള 2 കൽമഷം: അഹം മമ അഭിമാനോത്ഥൈഹി. അഹം മമ, ഞാൻ എൻ്റെ. നമ്മുടെ ഉള്ളിൽ ഇത് എന്ത് സംഗതി? ഇന്ത്യ ഇല്ല എന്നൊക്കെ പറയെങ്കിലും ചിലരൊക്കെ വർത്തമാനം പറയുമ്പോൾ അതിൽ എത്ര പ്രാവശ്യം ഞാൻ എന്ന് പറയും. ഒരു പേപ്പറും പെന്നും എടുത്തിരുന്ന് നോക്കും, അയാൾ എത്ര പ്രാവശ്യം പറയുന്നുണ്ട് നോക്കുക. അരമണിക്കൂർ വർത്തമാനം പറയുമ്പോഴേക്കും ഞാനവിടെ, ഞാനില്ല, ഞാൻ ഉണ്ടാവണമായിരുന്നു. 100-100 പ്രാവശ്യം പറയുകയാണ് ഞാൻ. വാക്കിലെങ്കിലും ഒന്ന് കുറയ്ക്കും. പറച്ചില്ലെങ്കിൽ ഈ ഞാനുള്ളത് ഒഴിവായിക്കൂടെ? പുറമെ വേണ്ട. അഹം, ഞാൻ അഹന്തയാണത് വരുന്നത്. മമ, എൻ്റെ. ഈ വിചാര ദുഃഖത്തിന് കാരണം ഇത് രണ്ടും ഇല്ലാണ്ട് ദുഃഖം പിന്നെ കാണില്ല. എൻ്റെ എന്നുള്ളതല്ലേ പ്രശ്നത്തിന് കാരണം അല്ലേ? എന്താ സംശയം? അതന്നെയാ കാരണം. വീട് കത്തിപ്പോയി, ദുഃഖമുണ്ടോ? എൻ്റെ വീട് എന്നാ ദുഃഖമുണ്ട്. അതാ പറഞ്ഞത്. തിരുമേനിയുടെ വീട് സന്തോഷമേ ഉള്ളൂ. അതാ വ്യത്യാസം. അതാ പറയണത്. അവനവൻ്റെ ആവുമ്പോഴേ കുഴപ്പമുള്ളൂ. അത് കൂടുന്തോറും ദുഃഖത്തിന്റെ തീവ്രത കൂടി വരും. എവിടെയോ ബോംബ് പൊട്ടി, കുഴപ്പമില്ല. തൃശ്ശൂർ പൊട്ടിയാൽ ലേശൊരു പ്രയാസമായി. അതന്നെ കാഞ്ഞാണി പൊട്ടിയാൽ, കണ്ടർഷൻ കടവില് പൊട്ടിയാൽ, അവനവന്റെ വീട്ടിൽ പൊട്ടിയാൽ, അവിടെയാണ് വ്യത്യാസം. ഇതിങ്ങനെ അടുത്തേക്ക് വരുമ്പം തീവ്രത കൂടി ദുഃഖം കൂടി വരിക. എന്താ കാരണം? എൻ്റെ വീട് കത്തുമ്പം അച്ഛനാകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മകൻ അടുത്ത് വന്ന് പറഞ്ഞത്, അച്ഛാ മിനിയാന്ന് വിറ്റിട്ടുണ്ട്. എന്താണ് വിറ്റ്? 2 കോടി റുപ്യ ബാങ്കിൽ ഇട്ടിട്ടുണ്ട് വാങ്ങിയിട്ടേ. തൻ്റെ എല്ലാം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ കണ്ണീര് തുടക്കിയാണ്. നേരത്തെ പറയേണ്ടത്, വെറുതെ കരഞ്ഞു. ഇത്രയേ ഉള്ളൂ. വണ്ടി ആക്സിഡന്റ് ആയി, ദുഃഖമുണ്ടോ? ഇന്നലെ വരെ എൻ്റെ ആയിരുന്നു, ഇന്ന് രാവിലെ വിറ്റു, ഉച്ചയ്ക്ക് അത് ആക്സിഡന്റ് ആയി, ദുഃഖമുണ്ടോ? എന്താ കാരണം? എൻ്റെ അല്ല എന്നുള്ള എൻ്റെ ആയിരുന്നു വിചാരിക്കുന്നു. എന്തെന്റെ വണ്ടി എന്റെയാണോ? ശരീരം എന്റെയാണോ? ഒന്നും എൻ്റെ അല്ല. നമ്മൾ എൻ്റെ എന്നങ്ങോട്ട് വിചാരിക്കുമ്പോൾ അതിനെന്തെങ്കിലും വന്നാൽ ദുഃഖമായി. ഭാര്യയ്ക്ക് തലവേദന വന്നാൽ വലിയ ദുഃഖമായി. കല്യാണം കഴിക്കുന്നതിന് മുന്നേ ആണെങ്കിലോ എന്ത് ദുഃഖം. ഏതോ കുട്ടിക്ക് അവിടെ തലവേദന വന്നാൽ നമുക്കെന്താ? ഇനി ഡൈവേഴ്സിന് ശേഷമാണെങ്കിലോ വരണത് എൻ്റെ എല്ലാം എന്നുകൊണ്ടാണ്. ഇതെത്രയേ ഉള്ളൂ സംഗതി. ഇതാണ് കാര്യം. എൻ്റെ എന്നങ്ങോട്ട് അഭിമാനം വെച്ചാൽ എൻ്റെ ആയി. ആര് പറഞ്ഞു എൻ്റെന്ന്? നമ്മളങ്ങോട്ട് കൽപ്പിച്ചു എൻ്റെന്ന്. എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി, എൻ്റെ ശരീരം, എൻ്റെ വീട്, എൻ്റെ സപ്താഹം. എന്താണ്? എൻ്റെ മൈക്ക്. എന്ത് മൈക്ക്? ഒക്കെ കുറച്ച് ഞാൻ പോവും. എന്നാലും ഇങ്ങനെ കണ്ടതിനോട് മുഴുവൻ എൻ്റെ എന്ന് പറഞ്ഞ അങ്ങനെ അഹം മമാഭിമാനോത്ഥൈഹി കാമലോഭാതിഭിർമലൈഹി. ഹൃദയം അങ്ങനെ കലുഷമാവണത് അറിയണേ ഇല്ല. ഓരോ പ്രാവശ്യം ഈ ചിന്ത ഇങ്ങനെ ഉള്ളിൽ വരുമ്പോഴേ എന്ത് പറ്റും? വരങ്ങനെ വീഴുകയാണ്. ഞാൻ എൻ്റെ ഓരോ കർമ്മം ചെയ്യുമ്പോഴും അഹന്ത വെച്ച് അങ്ങനെ വര വീണ് വലിയ മുറിയായി. അറിയുന്നില്ലല്ലോ. കാമലോഭാതിഭിർമലൈഹി. ഈ കളങ്കം, ഈ ചിതത്തം പോണ്ടേ? അതിനെന്താ വഴി? സജ്ജനങ്ങളായിട്ട് കൂടിച്ചേരുക. അവരൊരിക്കലും അഹം മമ പറയില്ല. ഒക്കെ ഭഗവാന്റെ, എല്ലാം ഭഗവാന്റെ. ഞാനും ഭഗവാന്റെ. ഒന്നും എൻ്റെതായിട്ടില്ല, ഇതൊക്കെ ഭഗവാന്റെ. സുധാമാവനോട് ചോദിച്ചു, ഈ വീട് ബംഗ്ലാവൊക്കെ കിട്ടിയില്ലേ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ അല്ല. പിന്നെ ആരുടെയാ? ഭഗവാന്റെ. താനോ? ഞാൻ അതൊക്കെ വൃത്തിയാക്കുക. എന്താണ് വൃത്തിയാക്കണ്ടേ? ഭഗവാന്റെ അല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കി അങ്ങനെ വീട് കൊണ്ടു നടക്കുക. അത് ഭഗവാന്റെയാ. അതാണ് സത്യം. നമ്മൾ ഇവിടെ വന്നു, ഇതിന്റെ മുന്നേ ഇവിടെ ഈ സ്ഥലമൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പോവും, അപ്പോഴും ഇത് ബാക്കിയാവും. ഇതാണ് സത്യം. പക്ഷെ തിരിച്ചറിവില്ല. കാണുന്നതൊക്കെ എൻ്റെ എന്ന് വിചാരിക്കുക. അപ്പോഴാണ് ദുഃഖം ഉണ്ടാവുന്നത്. എൻ്റെ എന്നുള്ള വിചാരം പോയാൽ തന്നെ സുഖമാണ്. ഐ വാണ്ട് പീസ് എന്ന് പറഞ്ഞ ബുദ്ധനോട് ഒരാൾ, അദ്ദേഹം പറഞ്ഞു, പീസ് അവിടെ ഉണ്ട്, ഐ വാണ്ട് 2 ഒഴിവാക്കിയാൽ മതി. എനിക്ക് വേണം എന്നുള്ള വിചാരം കൊണ്ടാണ് സമാധാനം അറിയാത്തത്. അത് 2 കണ്ട് ഒഴിവാക്കിയ സമാധാനം അവിടെ ഉണ്ട്. സമാധാനം കൊണ്ടുവരുന്നു വേണ്ട, പക്ഷെ ഈ ചിന്ത ഉള്ളത് കൊണ്ട് അറിയണില്ല. അതങ്ങോട്ട് ഒഴിവാക്കും, സ്വസ്ഥമായിട്ട് പുഞ്ചിരിക്കാൻ സാധിക്കും. അപ്പൊ ചോദിച്ചു, ഭക്തന്മാരെങ്ങനെയാ ചോദിച്ചാൽ അങ്ങനെ കണ്ടാ മനസ്സിലാവുമോ ചോദിച്ചാൽ അങ്ങനെ മനസ്സിലായിക്കോളണമെന്നില്ല. പക്ഷെ ചിലരെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഭക്തനെ മനസ്സിലാവും. പ്രസംഗമചരം പാശം. അവർക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. തിരിക്ഷവഹ കാരുണികാഹ. ചിലരുടെ സാന്നിധ്യത്തിൽ മനസ്സങ്ങട്ട് അടങ്ങും. ചില ദിക്കിൽ പോയാൽ, ചില ആളുകളുടെ സാന്നിധ്യത്തിൽ നമ്മളുടെ മനസ്സ്, നമ്മൾ ശരിക്കും പറഞ്ഞ കുറെ അപകടമൊക്കെ ഉള്ളിലുണ്ട്. പക്ഷെ അവരുടെ സാന്നിധ്യത്തിൽ ഒന്നും അങ്ങോട്ട് പൊന്തില്ല. എന്തൊക്കെയോ ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ആയിട്ടാ പോയത്. പക്ഷെ അവരെ കണ്ടപ്പോൾ പിന്നെ എന്ത് സംശയം, ഒന്നുമില്ല, ഇവിടെ അങ്ങനെ ഇരുന്നാ പോരെ, ഒന്നും ചോദിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ മനസ്സങ്ങോട്ട് അടങ്ങനുണ്ടെങ്കിൽ മനസ്സിലായിക്കോളൂ അയാള്
ഇനിയിപ്പോൾ പേരും അഡ്രസ്സും ചോദിക്കാൻ നിൽക്കണ്ട, അയാൾ കുഴപ്പക്കാരനല്ല, മനസ്സിലാക്കാതെ. ചിലരുടെ സാന്നിധ്യത്തിൽ തന്നെ മനസ്സ് അടങ്ങും. കാമം, ക്രോധം, ലോഭം, ഈർഷ്യൊന്നും പൊന്തില്ല. എന്നാൽ ചിലരുടെ അടുത്ത് അങ്ങോട്ട് പോയാൽ സ്വതവേ മനസ്സൊക്കെ അടങ്ങിക്കൊണ്ടാണ് ചില ദിക്കിലെത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നമുക്കെന്ത് തോന്നി, ഈശ്വര ഞാൻ ഇത്രയ്ക്ക് മോശക്കാരനാണോ? മോശക്കാരനായതുകൊണ്ടല്ല, അതിന് അനുകൂലമായ വിഷയം അപ്പുറത്തുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. കാമം, ക്രോധം, മോഹം, ലോഭം, ഈർഷ്യൊക്കെ പൊന്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ സ്ഥലം അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ അത്ര പറയാൻ പോണ്ട, അവർക്ക് അലോഗ്യവും. പക്ഷെ മനസ്സിലാക്കുക ഈ സംഘം ഒഴിവാക്കണം, വേണ്ട, മനസ്സ് കലുഷമാവുന്നുണ്ട്. അത് മനസ്സിലാക്കി വിട്ടു നിൽക്കാൻ പഠിക്കണം. അതുകൊണ്ട് എപ്പോഴും മനസ്സ് ശുദ്ധമാവണ ദിക്കിൽ മാത്രമേ നിൽക്കാവൂ. അതല്ലെങ്കിൽ ഭാവിയിൽ പ്രയാസം ഉണ്ടാക്കും. അവരുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ തിതിക്ഷവഹ, അവരൊന്നിനും പരാതി പറയില്ല, ഒക്കെ സഹിക്കുകയുള്ളൂ. ഭഗവാൻ തരികയാണ്, എങ്ങനെയാ കുറ്റം പറയാ? ഭഗവാൻ എന്നതാ. മെൽപ്പത്തൂരിനൊരു വാദം വന്നപ്പോൾ ആദ്യമൊക്കെ കുറ്റം പറഞ്ഞു, പിന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹം പറയാണ്, അല്ലയോ രോഗമേ, നീ എൻ്റെ സുഹൃത്താണ്. ഭഗവാൻ തന്ന പ്രസാദ എന്ത്? ഹേ രോഗ യൂയമേവ സുഹൃദ, അല്ലയോ രോഗമേ, നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളാ. കാരണം നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഗുരുവായൂരിലെത്തില്ലായിരുന്നു, ഭഗവാനെ ആശ്രയിക്കില്ലായിരുന്നു. അതുകൊണ്ട് രോഗം വന്നതും നന്നായി. തിതിക്ഷവഹ, ജീവിതത്തിൽ എന്ത് വന്നാലും അത് സഹിക്കും, പ്രതികാര ബുദ്ധി ഇല്ലാണ്ട് സഹിക്കും. ഈശ്വരന്റെ പ്രസാദമായിട്ട് കാണും, ഒന്നിനും കുറ്റം പറയില്ല, ഒന്നും മോശമായിട്ട് പറയില്ല. അതുകൊണ്ടാണ് അവരുടെ സാന്നിധ്യം എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ സാന്നിധ്യം ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം വായെന്ന് വരുന്ന വാക്കാ, അവിടെ പ്രശ്നം. ചൂടാണെങ്കിൽ നമ്മളെന്താ പറയുക? മിണ്ടാണ്ടിരിക്കുമോ? നാശിച്ച ചൂടേ എന്തോ ഒരു പറഞ്ഞപ്പം ചൂട് പോകുമോ? അല്ല അങ്ങനെ കൊച്ചുണ്ടാക്കി കുറെ വർത്തമാനം പറഞ്ഞ ചൂടങ്ങോട്ട് പോകുന്നില്ല. എന്തിനത് മിണ്ടണോ? ചെണ്ട് തിരിച്ചാ നല്ല ചൂട്. എന്താണ് ചൂടിന് നശിച്ചാന്ന് പറഞ്ഞില്ല, എന്താ പറഞ്ഞത്? പഴയ ആൾക്കാർ അങ്ങനെയാ പറയാ, നല്ല ചൂട്. മഴ കണ്ട് പെയ്ത നല്ല മഴ, നമ്മളെന്താ പറയാ? നശിച്ച മഴ. അങ്ങനെ പ്രാഗി മഴേനെ പെയ്യുന്നില്ല. അവരൊന്നിനും നല്ല മോശമായിട്ട് പറയില്ല, ഒക്കെ ഭഗവാൻ തരണതല്ലേ. ചൂട് ഭഗവാൻ തന്നു, മഴ ഭഗവാൻ തരണു, ഒക്കെ നല്ലത്, ഒക്കെ നന്മ. ഇങ്ങനെ കാണാൻ പഠിക്കും. തിതിക്ഷവഹ, പരാതി പറയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യം എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം അവരങ്ങനെ പറയുന്നുള്ളൂ, അവരെ കൂടെ ഇരിക്കാൻ എല്ലാവരും മോഹിക്കും. തിതിക്ഷവഹ കാരുണികാഹ, അവർക്ക് എല്ലാവരോടും കാരുണ്യമുള്ളൂ. ദുഷ്ടന്മാരോടും കാരുണ്യം. കാരണം അവര് അജ്ഞാനം കൊണ്ട് ഇങ്ങനെ ചെയ്യല്ലേ, നേരെ ആവണേ, സദ്ബുദ്ധി കൊടുക്കണേ, ഈശ്വരാന്നേ പ്രാർത്ഥിക്കുള്ളൂ. സുഹൃദാഹ, എല്ലാവരെയും സുഹൃത്തുക്കളായിട്ടാണ് കണക്കാക്കുക. മൃഗങ്ങളെയും പക്ഷികളെ പോലും, മനുഷ്യരെ മാത്രമല്ല അവർക്കും. അജാതശത്രവഹ, ആരോട് ശത്രുതയില്ല. ശാന്താഹ, അതുകൊണ്ട് അവർക്ക് എന്തുണ്ട്? ശാന്തി ഉണ്ട്. നമുക്കില്ലാത്തതുകൊണ്ട് എല്ലാവരും ശത്രുക്കളാ. ഒരാളെ കണ്ടാൽ അങ്ങോട്ട് ശത്രുത, അല്ലെങ്കിൽ അയാളുടെ അസൂയ, ഇതൊക്കെയാണ് സമാധാനം ഇല്ലാണ്ടിയാക്കണത്. സാധവഹ സാധുഭൂഷണാഹ, ഇതൊക്കെയാണ് സജ്ജനങ്ങളുടെ അലങ്കാരങ്ങൾ. അങ്ങനെയാ വേണ്ടത്. അവരമ്മ എന്നെ പറ്റി പറയുള്ളൂ, അവര് ഈശ്വര കഥകളെ പറയുള്ളൂ എന്ന് പറഞ്ഞ അർത്ഥം നല്ലതേ പറയുള്ളൂ എന്നർത്ഥം. എപ്പോഴും ഈശ്വര കഥ എന്നെ പറയണമെന്നല്ല, എപ്പോഴും നാമം ജപിച്ചിരിക്കാന്നല്ല. അവർ പറയണത് ഒരിക്കലും ലോകത്തിൽ ഉപദ്രവമുള്ളത് പറയില്ല. സതാം പ്രസംഗാൻ മമ വീര്യ സംവിദോ ഭവന്തി ഹൃത്കർണ രസായന കഥാഹ, അവരെന്റെ കഥകൾ അങ്ങനെ പറയും. അവരുടെ കൂടെ പോയിരുന്നാൽ നഷ്ടം ഉണ്ടാവില്ല. കാരണം അവർ പറയുന്ന കഥകളെ കൊണ്ട് ഒരിക്കലും ഹൃദയം കലുഷമാവില്ല. ഹൃത് കർണ രസായന കഥാഹ, രസായനാണ്. അത് ചെവിയിലൂടെ ഇങ്ങനെ പോയി അവർ പറയുന്ന കഥകൾ രസായനമായിട്ട് ഉള്ളിലെത്തിയിട്ട് ഹൃദയം പുഷ്ടിപ്പെടും. ഇവിടെ ശരീരം പുഷ്ടിപ്പെടാൻ പലതും ഉണ്ട്, നമ്മൾ പലതും കഴിക്കുന്നുണ്ട്. ശരീരം പുഷ്ടിപ്പെട്ടുണ്ടെന്ന കാര്യമില്ലാന്നല്ല, അതിനും ശ്രദ്ധിക്കണതിന്റെ ഒരു നാലിലൊന്നെങ്കിൽ ഈ മനസ്സ് പുഷ്ടിപ്പെടാനുള്ളത് നോക്കണ്ടേ, അതിന് വല്ല ടോണിക്കും കുടിക്കണ്ടേ. അതാണ് പേഴ്സ് നമ്മൾ കുടിക്കുന്നത്. ഹൃത്കർണ രസായന കഥാ, ഹൃദയം പുഷ്ടിപ്പെടണം, അതാണ് മുഖ്യം. അവരെന്റെ കഥകളാ പറയുക. അപ്പൊ ഹൃദയം പുഷ്ടിപ്പെടും, അനുഭൂതി ഉണ്ടാവും. ശ്രദ്ധാരതിർ ഭക്തിരനുക്രമിഷ്യതി, ശ്രദ്ധ ഉണ്ടാവും, രതി ഭക്തി ഉണ്ടാവും, പിന്നെ ഭഗവാനോടുള്ള താല്പര്യം ഉണ്ടാവും. അതോടുകൂടി ജീവൻ ശുദ്ധായ അമ്മേ ഭക്തന്മാരായിട്ട് കൂട്ടുകൂടും. അപ്പൊ അമ്മ ചോദിച്ചു, ഭക്തന്മാർ എത്ര വിധത്തിലുണ്ട്? പലതരത്തിലുണ്ട് അമ്മേ. ശരിക്കുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ അനിമിത്ത ഭാഗവതി ഭക്തി, ഒരു കാരണമില്ലാണ്ട് ഭഗവാനെ സ്നേഹിക്കലാണ് ഭക്തി. ഇതൊക്കെ ഇന്നലെ നമ്മൾ വിസ്തരിച്ച് പറഞ്ഞതാ രാവിലെ. ഹേതുല്ലാണ്ട് ഭജിക്കാൻ, ഇതുപോലെ അമ്മ കുട്ടിയെ സ്നേഹിക്കും പോലെ, ഒന്നിനും അല്ലാണ്ട് തന്റെ കടമയാണ് ഭഗവാനെ ഭജിക്കേണ്ടത്, നമ്മുടെ കടമയാണ്. ഇവിടെ ജനിച്ച സ്ഥിതിക്ക് ചെയ്യേണ്ടതാണത്. അത് അഹങ്കാരമില്ലാതെ ഭക്തി, ഭഗവാനെ സ്നേഹിക്കുക. എന്നാൽ ഈ ഭക്തിനെ പലതരത്തിൽ പറയും. ഉത്തമം, മധ്യമം, പ്രാകൃതം എന്നൊക്കെ പറയും. പ്രാകൃത ഭക്തന്മാര് വിഗ്രഹത്തിൽ മാത്രമേ ഈശ്വരനെ കാണുള്ളൂ. എന്തിനാപ്പത് ഇത് പറയണത് ചോദിച്ചാൽ നമ്മൾ ഇതിൽ പെടും നോക്കാനായിട്ടോ, അല്ലാണ്ട് നമ്മൾ മണ്ഡപത്തിൽ പോയിരുന്നിട്ട് വരുന്നവരെ ഇത് ഇതിൽ പെടും നോക്കാനല്ല, നമ്മൾ ഇതിൽ പെടും നോക്കാനാ.
പ്രാകൃത ഭക്തി എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ, നടയും കണ്ട് അടച്ചാൽ പിന്നെ ഭഗവാനൊന്നും കാണില്ല, നമുക്ക് എന്തോ ചെയ്യാം. അധികം അങ്ങനെ ഉണ്ട്, അധിക പേരും അങ്ങനെയാണ്. അമ്പലവാസിയായിട്ട് മാത്രമാണ് ഭഗവാനെ കാണുക. മറ്റുള്ള മനുഷ്യരിലൊന്നും ഈശ്വരനെ കാണാൻ ശേഷിയില്ലാത്തവരുണ്ട്. അത് പ്രാകൃത ഭക്തിയാണ്. ഭക്തിയല്ല പറഞ്ഞിട്ടില്ല, അത് പ്രാകൃത ഭക്തി. അവിടുന്ന് ഉയരണം. മധ്യമ ഭക്തന്മാരെങ്ങനെയാ? അവര് സജ്ജനങ്ങളിലും ഈശ്വരനെ കാണും, വിഗ്രഹത്തിലും ഈശ്വരനെ കാണും, സജ്ജനങ്ങളിൽ ഈശ്വര കഥകൾ പറയുന്നവരിലൊക്കെ ഈശ്വരനെ കാണും, മഹാത്മാക്കളിലൊക്കെ ഈശ്വരനെ കാണും, പുരാണങ്ങളൊക്കെ ശ്രദ്ധിക്കും. ആദ്യം പറഞ്ഞവരതില്ല, അവര് വഴിപാട് കഴിക്കും, പൂജ കഴിച്ചു പോകുന്നല്ലാതെ അവര് സപ്താഹമൊന്നും ഇഷ്ടമല്ല. പിന്നെ വെറുതെ ഓരോ കഥയും പറഞ്ഞിരിക്കും, ഒരു ആവശ്യമില്ല കേട്ടോ, വെറുതെ ചൂടത്ത് കേട്ടിരിക്കുന്നവരെ സംബോധിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർ പോകും. അവർ തൊഴുതു പോവുകയുള്ളൂ. അല്ല, നല്ല കാര്യം, അവർ തൊഴുന്നുണ്ടല്ലോ. ഇനി ഒന്നും വിഗ്രഹത്തിൽ പോലും ഈശ്വരനെ കാണാത്തവരെ പറ്റി ഭാഗവത്തിൽ ചർച്ച തന്നെ ഇല്ല. അവരെ ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് ഋഷിമാര് പറയുന്നത്. അവരെ പറ്റിയൊന്നും അറിയില്ല. മധ്യമന്മാര് ഭഗവത് ഭക്തന്മാരിലും ഈശ്വരനെ കാണുന്നുണ്ട്, പുരാണാദികളിൽ ശ്രദ്ധ ഉണ്ട്, വിഗ്രഹത്തിലും ഈശ്വരനെ കാണുന്നുണ്ട്. അപ്പോഴാണ് ചോദ്യം, എന്തുകൊണ്ട് അവർ ഉത്തമന്മാരായില്ല? അവരെ പ്രശ്നം എന്താ വെച്ചാൽ ഭാഗവതം കേൾക്കാൻ വരാത്തവരെ കുറ്റം പറയും. എന്താണ് നമ്മുടെ പ്രശ്നം? തോന്നണ്ടേ, വീട്ടിലിരിക്കുന്നുണ്ട്, തോന്നണ്ടേ? എത്ര പറഞ്ഞു തോന്നില്ല? മഹാഭാവത്തിന്റെ ശക്തി. നമ്മളെപ്പോഴെത്തിയത്? അല്ല, ചോദിക്കട്ടെ, പെറ്റിട്ടത് ഭാഗവത്തിലേക്കാ? ഒന്നുമല്ല, ഇപ്പൊ കുറച്ചായിട്ടേ ഉള്ളൂ. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ദുരിതമൊക്കെ വന്ന് വിഷമം വന്ന് അവസാനം ഇങ്ങനെ വന്ന് കേട്ടിരുന്നപ്പോ ഒരു കുളിർമ തോന്നി വന്നിരിക്കുക. ആദ്യമൊന്നും വന്നില്ല. അവർക്കും സമയമാവട്ടെ എന്ന്, ഓരോരുത്തർക്കും ഓരോ സമയമുണ്ടല്ലോ, സമയമാവുമ്പോ എത്തും. അങ്ങനെയാണ് ഭക്തന്മാർ വിചാരിക്കുക. അല്ലാത്തവരോ? മധ്യമന്മാരിങ്ങനെ വിചാരിക്കും. അവര് ഭാഗവതം കേൾക്കാത്തവരവർക്ക് ഇഷ്ടമല്ല, പുരാണത്തിൽ ശ്രദ്ധ ഇല്ലാത്തവരിഷ്ടമല്ല. അവർക്ക് ദുർജനങ്ങൾ സജ്ജനങ്ങൾ എന്ന് പറഞ്ഞ ഭേദമുണ്ടമ്മേ. പക്ഷേ ഉത്തമ ഭക്തന്മാർക്ക് അങ്ങനെ ഒരു ഭേദമില്ല. അവരെല്ലാവരിലും ഈശ്വരനെ കാണും, വിശ്വാസമുള്ളവരിലും ഇല്ലാത്തവരിലും. ജാതി മതം അങ്ങനെയൊന്നുമില്ല, നിറം, മനുഷ്യൻ മൃഗം പക്ഷി ഒന്നുമില്ല, എല്ലാവരിലും ഭഗവാനെ കാണുക. മനസായതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരോ ജീവകലയ പ്രവിഷ്ടോ ഭഗവാനിധി. മനസ്സുകൊണ്ട് അവരെല്ലാത്തിനെയും വന്ദിക്കും. കാരണം അതിലൊക്കെ ഇരിക്കുന്നതാരാ? ഒരേ ഒരു ഈശ്വരൻ. അവൻ ഇവനെന്നറിയുന്നതോർത്താൽ അവനിലാദിമമായൊരാത്മരൂപം. ഗുരുദേവൻ ഭംഗിയിൽ പറയും, നമ്മൾ ഈ അവൻ ഇവൻ എന്ന് പറഞ്ഞ മാറ്റി നിർത്തുക. ഒന്നോർത്താൽ ഇതൊക്കെ ആദിമമായ ഒരു ആത്മരൂപം, ഇതൊക്കെ ആ ആത്മരൂപം ഈശ്വരൻ തന്നെയാണ്. അതാണ് ഇപ്പൊ ശത്രുവായിട്ടും മിത്രമായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഭക്തന്മാര്, അങ്ങനെയാ വേണ്ടത്. മനസ്സുകൊണ്ട് ബ്രാഹ്മണനെ നമസ്കരിക്കും, നായയെ കണ്ടാലും മനസ്സുകൊണ്ട് മതിയേ. ഇവത് കേട്ടിട്ടുണ്ട്, ഇപ്പൊ നമസ്കരിക്കാൻ നായയെ കണ്ടാൽ അതല്ല, നായയിലുള്ളത് ഈശ്വരനാ കണ്ട് മനസ്സുകൊണ്ട് നമസ്കരിച്ചാൽ മതി. അതല്ലാണ്ട് പോയി നമസ്കരിച്ചാൽ ചിലപ്പോൾ നായ കടിച്ചു എന്ന് വരും, പിന്നെ തിരുമേനി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നായ ഈ ശ്ലോകം വായിച്ചിട്ടുണ്ടാവില്ല, നമ്മളത് വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മനസ്സുകൊണ്ട് നായയെ വിട്ട് നിന്ന് നമസ്കരിക്കുക, സജ്ജനങ്ങളെ അടുത്ത് പോയി നമസ്കരിക്കുക. ഓരോരുത്തരും ഓരോ രീതിയുണ്ട്. ഭഗവാൻ നായയിലാവുമ്പോൾ എങ്ങനെയാണ് സ്വഭാവം കാണിക്കുക, അത് കുറയ്ക്കുകയാണ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓരോന്നിനും അതിന്റെ സ്വഭാവം ഉണ്ടാവും. വൈദ്യുതി അത് ഫാനിൽ വന്നപ്പോൾ കറങ്ങുക ചെയ്തത് അല്ലേ? ബൾബിൽ വന്നപ്പോഴോ കറങ്ങിയോ? കത്തി. മൈക്കിൽ വന്നപ്പോഴോ സ്പീക്കറിലായപ്പം ശബ്ദം പുറമേക്ക് വല്ല, ഒക്കെ വൈദ്യുതി തന്നെയാണ്. ഓരോന്നിലും ഓരോ രീതിയിലാണ്. ഇതുപോലെ മനുഷ്യരിലാവുമ്പോൾ അങ്ങനെ, മൃഗത്തിലാവുമ്പോൾ അങ്ങനെ, ഒരേ ചൈതന്യമാണ്. അതറിയൂ. ആ രീതിയിൽ അതിനോട് പെരുമാറുക. എല്ലാവരിലും ഈശ്വരാംശമാണ്, ഈശ്വരൻ തന്നെയാണെന്ന് അറിയുക. ഇതിങ്ങനെയാണ് ഉത്തമ ഭക്തി. അതിലേക്ക് ഉയരാണ് വേണ്ടതമ്മേ. എല്ലാവർക്കും ഇത് പറ്റിക്കോളന്നില്ലല്ലോ, ഇല്ല. മനസ്സ് വിശാലമായാൽ മാത്രമേ ഇത് പറ്റുള്ളൂ. ചിലർക്ക് ഇതൊന്നും സാധിക്കില്ല, ഭക്തിയൊന്നും താല്പര്യമില്ലാത്തവരുണ്ടാവും. ബുദ്ധി കൂടുതലുള്ളവർക്കോ അവർക്കാണ് സാഖ്യം, ജ്ഞാനയോഗം, സാഖ്യയോഗം പറയാണ്. ഇത് മനസ്സിലാക്കിയ പിന്നെ ദുഃഖം ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ അമ്മ ഇവിടെ രണ്ടേ ഉള്ളൂ, ശരിക്കും ഒന്നേ ഉള്ളൂ കേട്ടോ. എന്തേ ഉള്ളൂ? ഈശ്വരനേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ പലത് കാണുന്ന സ്ഥിതിക്ക് പറയാണ് രണ്ടെന്ന് കൂട്ടിക്കോളും. നമ്മുടെ കാര്യം തന്നെ എടുത്താൽ നമുക്ക് രണ്ടായിട്ട് തോന്നാറില്ലേ? ഇല്ലേ? ഇല്ല. ശരീരം, ജീവൻ, എന്താണ്? ഇല്ലേ? മരിച്ചുപോയ നമ്മളെന്താ എടുത്തു വയ്ക്കാത്തു? അയാൾ മരിച്ചുപോയി, നമ്മൾ പിന്നെ എടുത്തു വയ്ക്കുവോ? കത്തിക്കും. എന്താ കാരണം? എന്തോന്ന് പോയി. അപ്പൊ രണ്ടെണ്ണം ഉണ്ടല്ലോ, ശരീരം എവിടെ ഉണ്ട്? അപ്പൊ പോയതെന്താ? ജീവൻ പോയി എന്നാ പറയാ. ശരി, അപ്പൊ രണ്ടെണ്ണം ഉണ്ട് നമ്മളെ ദൃഷ്ടിയിൽ. ആ ശരീരത്തെ നമുക്ക് പ്രകൃതി എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ചൈതന്യത്തെ നമുക്ക് പുരുഷൻ എന്ന് വിളിക്കുക. പ്രകൃതിയും പുരുഷനും, ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ലോകത്ത് നോക്കിയാൽ എന്ത് കാണാം? പ്രകൃതിയും പുരുഷനും കാണാം. പുരുഷനാണ് ഞാൻ, പ്രകൃതിയല്ല.
എന്റെ ദുഃഖത്തിന് കാരണം എന്താ ചോദിച്ചാൽ ഞാൻ പ്രകൃതി എന്ന് വിചാരിക്കുക. എന്താണ് തെറ്റിദ്ധാരണ? ഞാൻ പ്രകൃതി എന്ന് വിചാരിച്ച എങ്ങനെ ഉണ്ടാവും? ഞാൻ നിങ്ങളാ വിചാരിച്ച എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഒന്നുമല്ല, നിഴല് ഞാനാ വിചാരിച്ച എങ്ങനെ ഉണ്ടാവും? എന്റെ നിഴല് ഞാനാ വിചാരിച്ച എനിക്ക് ദുഃഖിക്കാൻ നേരം ഉണ്ടാവുള്ളൂ. ഞാൻ നടന്നു പോകുമ്പോൾ ലോറി കണ്ട് പോയി നിഴലിന്റെ മുകളിൽ കൂടെ, അത് ഞാനല്ല, നിഴലാണ്. പക്ഷെ അത് ഞാൻ എന്ന് വിചാരിച്ചാൽ എനിക്ക് ദുഃഖം ഉണ്ടാവും. ഇതുപോലെയാണ് ഈ ശരീരത്തെ ഞാൻ എന്ന് വിചാരിക്കുക. അത് ഞാനല്ല, ശരീരം ഞാനല്ല. പക്ഷെ ആ വിചാരം കൊണ്ട് വല്ലാത്ത ദുഃഖം നമ്മൾ അനുഭവിക്കുകയാണ്. ഉറക്കത്തിൽ ഏറ്റവും സുഖം ഉണ്ടാവാൻ കാരണം എന്താ? ശരീരബോധം ഇല്ല. എന്തില്ല? ഞാൻ ആണാണോ പെണ്ണാണോ, എനിക്ക് രോഗമുണ്ടോ ഒന്നും അറിയില്ല. എത്ര വയസ്സായി ഉറങ്ങുന്ന ആൾക്ക് അറിയോ? എവിടെയാ കിടക്കണോ അതും അറിയില്ല. പക്ഷെ ഒന്നറിയാം, സുഖമായിട്ട് ഉറങ്ങി. ഉറക്കത്തിൽ മാത്രം എല്ലാവരും സമ, പണക്കാരന് പാവപ്പെട്ടവരനോ ഒക്കെ ഉറക്കത്തിൽ, മനുഷ്യനായാലും പക്ഷിയായാലും മൃഗമായാലും ഒക്കെ ഉറക്കത്തിൽ, പോലീസായാലും കള്ളനായാലും ഉണർന്നാ മാറും. പക്ഷെ ഉറങ്ങി അവസാനം ക്ഷീണിച്ച് ഉറങ്ങി പോലീസിന്റെ മടിയിലിട്ട് കള്ളം കിടക്കണം. പോലീസ് ഉറങ്ങുകയാണ്, കുഴപ്പമില്ല, പോലീസ് ഉറങ്ങുക തന്നെയാണ്. ഉറക്കത്തിലെല്ലാവരും സമം, സുഖം. ഇവിടെ പ്രകൃതിയുടെ ധർമ്മം എന്റേന്ന് വിചാരിക്കുകയാണ്. ശരീരത്തിന്റെ ധർമ്മമാണ് നിൽക്കുക, നടക്കുക, ഓടുക, ചാടുക. ഇതൊക്കെ ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ എന്താ പറയുക? ഞാൻ നിൽക്കുന്നു, ഞാൻ ഇരിക്കുന്നു, ഞാൻ ഓടുന്നു, ഞാൻ ചാടുന്നു. അല്ല, ശരീരമാണ് ഇരിക്കുന്നത്. ചിന്തിക്കുക, ഓർക്കുക, മറക്കുക, ഇതൊക്കെ മനസ്സിന്റെ ധർമ്മ. ഞാൻ മനസ്സ് എന്നങ്ങോട്ട് വിചാരിക്കുമ്പോൾ എന്തായി? ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ഓർക്കുന്നു, ഞാൻ മറക്കുന്നു. അല്ല, എന്റെ മനസ്സ് ചിന്തിക്കുന്നു. അത്രയേ ഉള്ളൂ. ഞാനായിട്ടൊരു ബന്ധമില്ല. അത് എന്റേതാണ്. എന്റേതൊന്നും ഞാനാവില്ല. ആവോ? എന്റേത് എങ്ങനെ ഞാനാവുക? എന്റെ പുസ്തകം ഞാൻ പുസ്തകമാണോ? എന്റെ കൈ ഞാൻ കൈയാണോ? എന്റെ കാല് ഞാൻ കാലാണോ? എന്റെ കിഡ്നി ഞാൻ കിഡ്നിയാ? എന്റെ ഹാർട്ട് ഞാൻ ഹാർട്ടാ? പിന്നെ എന്താ ഞാൻ? ഇതൊന്നും അല്ലാത്തൊന്ന്. അത്രേ പറയാൻ പറ്റുള്ളൂ. ഞാൻ കണ്ണല്ല, മൂക്കല്ല, നാക്കല്ല, ചെവിയല്ല. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം ന ച ശ്രോത്ര ജിഹ്വേ ന ച ഘ്രാണ നേത്രേ ന ച വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം. ശിവോഹം, ഞാൻ ആനന്ദ സ്വരൂപനാണ്. ഞാൻ കണ്ണല്ല, മൂക്കല്ല, നാക്കല്ല, ചെവിയല്ല, തൊക്കല്ല എന്ന് വിചാരം ചെയ്യണം. വിചാരം ചെയ്താൽ തുറക്കും. കണ്ണായിരുന്നെങ്കിൽ കണ്ണില്ലാത്തവരും ജീവിച്ചിരിപ്പുണ്ട്. കാലായിരുന്നെങ്കിൽ കാലില്ലാത്തവരും ജീവിച്ചിരിപ്പുണ്ട്. കൈയാണെങ്കിൽ കൈയില്ലാത്തവരും ജീവിച്ചിരിപ്പുണ്ട്. ഹാർട്ടാണെങ്കിൽ ഇത് മാറ്റിവെക്കുന്നുണ്ട്. ഇതൊന്നും അല്ലാത്തൊരു ചൈതന്യമാണ് ഞാൻ. പക്ഷെ ആ ചൈതന്യത്തെ ഞാൻ മറന്ന് ഞാൻ ശരീരമാണെന്ന് വിചാരിച്ചാൽ എനിക്ക് ദുഃഖം ഉണ്ടാവും. പ്രാണന്റെ ധർമ്മം ഞാൻ എന്റേതായിട്ട് ധരിക്കും. അപ്പോഴാണ് വിശപ്പും ദാഹം ഉണ്ടാവുന്നത്. വിശപ്പും ദാഹവും പ്രാണന്റെ ധർമ്മ, എൻ്റെ അല്ല. പക്ഷെ ഞാൻ പ്രാണെന്ന് അഭിമാനിക്കുമ്പോൾ എനിക്ക് വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. അല്ല, എൻ്റെ പ്രാണനാ വിശക്കണത്. എൻ്റെ പ്രാണനാണ് ദാഹം, എനിക്കല്ല. വിശന്നിട്ടാണെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിശപ്പുണ്ടോ? അറിയോ? അറിയില്ല. പിന്നെ ഉണർന്നാലേ വിശപ്പുള്ളൂ, അല്ലാണ്ട് അറിയില്ല. ഇതൊക്കെയാണ് തെളിവ്. ഇത് വിചാരം ചെയ്ത് ഉറപ്പിക്കണമേ വേണ്ടത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ 24 തത്വങ്ങളാ. എത്രയാ? 24. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃതവിദശാക്ഷി പൂരുഷ പഞ്ചവിംശ. പഞ്ചഭൂതങ്ങള്: പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ഇവിടെ നോക്കിയാലേ കാണുള്ളൂ 5 പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. പൃഥ്വി പറഞ്ഞാൽ ഭൂമി, അപ്പ് എന്ന് പറഞ്ഞാൽ വെള്ളം, തേജസ് പറഞ്ഞാൽ അഗ്നി, വായു ആകാശം. വായു വായു, ആകാശം സ്പേസ്. നമ്മുടെ ശരീരം നോക്കിയാൽ ശരീരം ഏതാ? മണ്ണാണ്, ഭൂമിയാണ്. ഉള്ളിൽ വായു ഇല്ലേ? ഉണ്ട്. ശ്വാസം വലിച്ചു വിടണല്ലേ? അത് വായു. ജലാംശം ഉള്ളിലല്ലേ? ഉണ്ട്. ഇനി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അങ്ങോട്ട് ലയിക്കും. ഇനി കുഴിച്ചിട്ടില്ല ഇല്ലെങ്കിലും ദഹിപ്പിച്ചില്ലെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞാൽ എന്താവും? നമ്മളിങ്ങനെ ജന്തുക്കളൊക്കെ കണ്ടില്ലേ? റോഡിൽ വീണും ചത്തുപോയാലും ലോറി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അങ്ങനെ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അതിലെ അഗ്നി അഗ്നിയോട് ലയിച്ചു, അതിലെ ഭൂമി ഭൂമിയോട് ലയിച്ചു, അതിലെ വായു വായുവിനോട് ലയിച്ചു. അങ്ങനെ പ്രപഞ്ചത്തിൽ അങ്ങോട്ട് ചേരും. എന്തെങ്ങോട്ട് പോവാൻ? ഒന്നും എങ്ങോട്ടും പോവാനില്ല. ഈ പ്രകൃതി, അതിനെ നമ്മൾ ഞാനായിട്ട് ധരിച്ചാൽ ദുഃഖം ഉണ്ടാവും. ഇതാണ് ദുഃഖത്തിന് കാരണം. പ്രകൃതി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങള്, പഞ്ചതന്മാത്രകള്: ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇപ്പം 10 5 കർമ്മേന്ദ്രിയങ്ങള്: കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. 5 ജ്ഞാനേന്ദ്രിയങ്ങള്. അങ്ങനെല്ലാം കൂടി ആകുമ്പോൾ അത്ര 20. ഇനിയോ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം 24. ഇതൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. ചലിക്കണമെങ്കിൽ എന്ത് വേണം? ബോധം വേണം. ഈ ബോധമാണ് പുരുഷ പഞ്ചവിംശ, 25ാമത്തെ തത്വം. പുരുഷൻ, ചൈതന്യം. ഈ ചൈതന്യം ഉണ്ടെങ്കിലേ അതൊക്കെ പ്രവർത്തിക്കുള്ളൂ. അതല്ലേ മുഖ്യം. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ ഈ ചൈതന്യത്തെ ശ്രദ്ധിക്കുകയില്ല. നല്ല കണ്ണ്, നല്ല മൂക്ക് എന്നൊക്കെ പറഞ്ഞിരിക്കും. നല്ല കണ്ണാക്കിയത് ചൈതന്യമാണ്, നല്ല മൂക്ക് ആക്കിയത് ചൈതന്യം. അതറിയില്ല. അത് മരിക്കുമ്പോഴാണ് ഓർക്കുക. മരിച്ചാലും എന്തുണ്ട്? കണ്ണും മൂക്കൊക്കെ അവിടെ ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് പേടിയാ. ഭാര്യ ബിഭ്യതി തസ്മിൻ കായേ. ഭാര്യയ്ക്ക് ആ ശരീരത്തെ പേടി. എന്താ കാരണം? ചൈതന്യം പോയി.
അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോഴും ആ ചൈതന്യത്തെ തന്നെ ശ്രദ്ധിക്കുക, വന്ദിക്കുക. അങ്ങനെയാണെങ്കിൽ ദുഃഖം ഉണ്ടാവില്ല. അതാണ് സാഖ്യം. അത് ശീലിക്കും അമ്മേ. അമ്മ പറഞ്ഞു, ഇത്രയൊന്നും ബുദ്ധി എനിക്കില്ല, അങ്ങനെയൊക്കെ വിചാരം ചെയ്ത് ഉറപ്പിക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇപ്പം ചെയ്യണ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അതാണ് കർമ്മയോഗം. കർമ്മം ചെയ്യുമ്പം ഒട്ടാണ്ടിരിക്കാൻ എന്ത് ചെയ്യുക? അത് അഹന്തല്ലാണ്ട ചെയ്യുക. ചെയ്യാണ്ടിരിക്കണം എന്ന് പറയണില്ല, ചെയ്യാണ്ടിരുന്നാൽ ഉള്ളിൽ മനസ്സുകൊണ്ട് ചെയ്യും. ചെയ്തോളൂ, അത് ഈശ്വരാർപ്പണമാക്കുക. ഞാൻ ഈ ചെയ്യുന്നത് ഭഗവാൻ സന്തോഷിക്കാനാ എന്നുള്ള വിചാരമായാലോ പിന്നെ അത് പ്രശ്നമില്ല, അത് നമ്മളെ ബാധിക്കില്ല, അത് ഇനി വാസനയായിട്ട് പരിണമിക്കില്ല, ഭാവിയിൽ ദുഃഖമില്ലാണ്ട കഴിയാം. അതാണ് കർമ്മയോഗം. രാമകൃഷ്ണദേവൻ പറയും, ചക്ക മുറിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചക്കയുടെ സ്വഭാവം മനസ്സിലാക്കണം. ചക്കയുടെ വിളഞ്ഞിണ്ടല്ലോ, അത് ഒട്ടും. അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? വിവരമുള്ള വീട്ടമ്മമാര് ചക്ക മുറിക്കുമ്പം വെളിച്ചെണ്ണയായിട്ടാ പോകുന്നേ, എന്നിട്ട് നല്ലോണം കൈമ്പിൽ തേക്കും. എന്നാ പിന്നെ ചുള പറിക്കുമ്പോൾ കൈമ്പിലാവില്ല. കുറച്ചുകൂടി ബുദ്ധിയുള്ളവർ ആ കത്തിയുടെ മുകളിൽ തേക്കും, കാരണം അത് നേരെയാക്കേണ്ടത് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ മുകളിൽ തേക്കും. ഇനി അതിസാമർത്ഥ്യമുള്ള ഒരു ചുണ്ടുമ്പിൽ തേക്കും. ഇനി കഴിക്കുമ്പോൾ വിഷമം വേണ്ട, ഒരു കുഴപ്പമില്ല. ചക്ക മുറിച്ചു, ചുളയായിട്ട് എടുത്തു, കഴിച്ചു, നല്ല ചക്ക എന്ന് അഭിപ്രായം പറഞ്ഞു. ഇതേ ചക്ക ഈ സ്വഭാവം അറിയാത്ത ആള് പോയ എന്താ സ്ഥിതി? കത്തിയെടുത്ത് മുറിച്ചു, കത്തിയുടെ മുകളിൽ വളഞ്ഞായി, ചുള പറിച്ചപ്പോൾ കയ്യുമ്പലായി, അവസാനം കഴിക്കുമ്പോൾ താടിയുമ്പലായി, അവസാനം താടി പഠിച്ചു, പൊട്ട ചക്ക എന്നും പറഞ്ഞു. ചക്കയുടെ കുഴപ്പമില്ല, ചക്കയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ കർമ്മത്തിന് അങ്ങനെ ഒരു ദോഷമുണ്ട്. അത് ഒട്ടും. കുറച്ചു നേരം ഇരുന്നാൽ ഒട്ടുകയി. ഇവിടെ ഇരുന്ന് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞോട്ട് കുഴപ്പമില്ല, നിങ്ങളോടൊക്കെ വർത്തമാനം പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ മേല് ഒട്ടും സംശയമൊന്നുമില്ല ഇതില്. അപ്പം മിണ്ടരുത്, കഴിയാ, വിടുക, പോരാ. ലോകിയൊക്കെ ഉണ്ട്, പക്ഷെ അല്ലെങ്കിൽ തന്നെ ധാരാളം ബന്ധനങ്ങളുണ്ട്. ഓരോ ദിക്കിലും പോയി ഇവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് ബന്ധമായി നിങ്ങളൊക്കെ ദിവസം രാവിലെ എന്നെ വിളിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും കഥ? ഈ പോയ ദിക്കിലുള്ളവരൊക്കെ രാവിലെ ആയാൽ, തിരുമേനി ഗുഡ് മോർണിംഗ്, വിളിച്ചെന്നെ പറയണം തിരുമേനി എന്ന് പറഞ്ഞു തുടങ്ങിയാൽ എന്തായിരിക്കും കഥ? അവിടെയാണ് ബുദ്ധിമുട്ട്. ഇതാണ് ഒട്ടല്ലേ. പിന്നെ നിങ്ങൾക്ക് തലവേദന വന്ന എനിക്ക് വിഷമമായി, അല്ലെങ്കിൽ തന്നെ പല വിഷമമുണ്ട്. അതിന് പോരാത്ത ഈ പോണ ദിക്കിലൊക്കെ ആളുകൾ ഓരോരുത്തരുടെ പ്രശ്നം പറയാൻ തുടങ്ങിയാൽ, വിഷമം പറഞ്ഞാൽ എന്തായിരിക്കും ഒരാളുടെ അവസ്ഥ? ഇത്രേ പറയണുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചെയ്യണ കർമ്മം ഒട്ടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. നിസ്സംഗമാകുന്ന എണ്ണ പുരട്ടിയിട്ട് ലോകത്തിൽ അങ്ങോട്ട് ഇറങ്ങിക്കോളൂ, ഒന്നും ഇട്ടില്ല. എണ്ണ അങ്ങോട്ട് തേച്ചാൽ പിന്നെ വളഞ്ഞേ പേടിക്കണ്ട, ഒന്നും പറ്റില്ല. അതാണ് കർമ്മയോഗം. ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. പ്രഭാഷണം ചെയ്യാണ്, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നു, ഭഗവാൻ സന്തോഷിക്കാൻ ചെയ്യുന്നു, അപ്പൊ പിന്നെ കുഴപ്പമില്ല, നിങ്ങളുടെ അഭിപ്രായം ഒന്നും വിഷയമല്ല. എന്താണ്? അല്ലെങ്കിൽ ഈ പ്രശ്നം വരും. ഭഗവാന്റെ സങ്കല്പം എന്ന് വിചാരിച്ചാൽ പിന്നെ ഒന്നും നമ്മളെ ബാധിക്കില്ല. എൻ്റെന്ന് വിചാരിച്ചാലോ അത് ദുഃഖത്തിന് കാരണമാവും. നാമം ജപിക്കുക, അപ്പോഴേക്കും ജനറേറ്റർ ഇടും. ഹരേ രാമ ഹരേ രാമ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നിസ്സംഗമാകുന്ന എണ്ണ പുരട്ടിയും കൊണ്ട് കർമ്മം ചെയ്താൽ അത് നമ്മളെ ബാധിക്കില്ല. ജ്ഞാനികൾ അങ്ങനെ പറയും. നീ ഭക്തന്മാരാണെങ്കിൽ നിസ്സംഗം എന്നുള്ളതിന് പദം മാറ്റും, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യൂ. താൻ ചെയ്യേണ്ടതിൻ്റെ ഫലം ഭഗവാൻ സന്തോഷിക്കേണ്ടത് മാത്രം. അങ്ങനെയാകുമ്പം ആ കർമ്മം നമ്മളെ ഒട്ടില്ല. കർത്തൃത്വവും ഭോക്തൃത്വവും ഉണ്ടാവില്ല. ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം കിട്ടി പോയി, അത്രേ വേണ്ടൂ.
ഈ ഭാവം ഇല്ലാണ്ട് ചെയ്താൽ ഒക്കെ നന്നാവും. ഞാൻ പാടുന്നു എന്നുള്ള ഭാവം ഇല്ലാണ്ട് പാടിയാൽ നന്നാവും. കേൾക്കാനുണ്ട് എന്നുള്ള ഭാവം ഇല്ലാണ്ട് പാടിയാൽ നന്നാവും. നേരെ മറിച്ച് 10 പേര് കേൾക്കാനുണ്ട്, ഞാൻ നന്നാക്കി പാടണം എന്നുള്ള വിചാരത്തിൽ പാടുമ്പോഴോ ചിലപ്പോൾ അത് പാടി പോകാനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഈശ്വരൻ കേൾക്കാൻ വേണ്ടി പാടുമ്പോഴോ എന്നാൽ പരിഭ്രമം ഇല്ലാണ്ട് പാടാം. ഏത് കർമ്മവും ഭഗവാൻ സന്തോഷിക്കണം എന്നുള്ള മട്ടിൽ ചെയ്താൽ അത് കർമ്മയോഗമായിട്ട് മാറി. അതാണ് അമ്മേ വേണ്ടത്. ഇനി അതും പറ്റില്ലെങ്കിലോ ധ്യാനയോഗം. ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തോളൂ, കുഴപ്പമില്ല. ഇടയ്ക്ക് വെച്ച് കുറച്ച് സമയം ധ്യാനത്തിനായിട്ട് മാറ്റി വയ്ക്കുക. ഈശ്വരനെ ഭജിക്കാൻ, ധ്യാനിക്കാനായിട്ട് ഒരു കുറച്ച് സമയം, 24 മണിക്കൂറുണ്ട്. അധിക സമയവും ലോക വിഷയങ്ങളുടെ പിന്നാലെ പോയി ക്ലേശം ഉണ്ടാക്കാണ്ടിരിക്കാൻ കുറച്ച് സമയം മനസ്സുകൊണ്ട് ഭഗവാനെ ചിന്തിക്കുക. ഇത് വിഷ്ണുപുരാണം ആയതുകൊണ്ട് ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപം സഞ്ചിന്തയേ ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ചനാഢ്യം ഉത്തുംഗരക്തവിലസന്നഖചക്രവാളജ്യോത്സ്നാഭിരാഹതമഹധൃദയാന്ധകാരം. മനോഹരമായ ഭഗവാന്റെ പാദകമലങ്ങള്, വജ്രം, അങ്കുശം മുതലായിട്ടുള്ള ചിഹ്നങ്ങള്. വജ്രം എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള കല്ല്. എന്താ അതിന്റെ പ്രത്യേകത? വലിയ വലിയ കയറാണെങ്കിലും ബന്ധനമാണെങ്കിലും പൊട്ടിക്കാനുള്ള ശേഷി മൂർച്ചുള്ള കല്ലിനുണ്ട്. നമ്മളെയൊക്കെ ബന്ധിപ്പിച്ചത് കർമ്മബന്ധം. വലിയ കെട്ടന്നെയാണ്, ചെറിയ കെട്ടൊന്നുമല്ല. ആ കെട്ടില്ല ഇല്ല എന്നൊക്കെ തോന്നും, പക്ഷെ ഇപ്പോഴല്ലേ നിങ്ങളൊക്കെ ഇവിടെ എത്തിയുള്ളൂ. ഇത്ര നേരം എവിടെയായിരുന്നു? കുറെ കസേര ഒഴിവായി കിടക്കായിരുന്നല്ലോ. എവിടെയായിരുന്നു? കെട്ടിട്ട് നിൽക്കലായിരുന്നു. ഇപ്പം കെട്ടില്ല എന്നൊക്കെ പറയും. ആര് പറഞ്ഞു? ഉച്ചയ്ക്ക് ശേഷം നോക്കൂ, എവിടേക്ക് അവരൊക്കെ പോയി? കെട്ടി ദിക്കിലേക്ക് പോയതാ. കുറച്ചു നേരം നമുക്ക് പറ്റണുള്ളൂ, അപ്പോഴേക്കും വിളിക്കുകയാണ് കെട്ട്. വീട്, ഭർത്താവ്, കുട്ടി, ജോലി, ഇതൊക്കെയാണ് കെട്ട്. അഹന്ത, മമത, ഇതൊക്കെയാണ് കെട്ട്. ആ കെട്ട് കാരണം ഒന്നിലും നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യമില്ല, ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പൊ ആ കെട്ടൊക്കെ പൊട്ടിക്കാനുള്ള ശേഷി ആർക്കുണ്ട്? ഭഗവാന്റെ പാദത്തിലുണ്ടെന്ന് കാണിക്കാനാണ്. ബന്ധനങ്ങൾ ഇല്ലാണ്ടാക്കാനുള്ള ശേഷി, ദുഃഖമില്ലാണ്ടാക്കാനുള്ള ശേഷി, അത് കാണിക്കാനാണ് ഭഗവാന്റെ പാദത്തിൽ വജ്രം. അങ്കുശം എന്ന് പറഞ്ഞ തോട്ടിയാണ്. ഈ തോട്ടിയൊക്കെ എന്തിനാ ഭഗവാന്റെ കാലിൽ ചോദിച്ചാൽ, വലിയ മതയാനയാണെങ്കിലും തോട്ടി കൊണ്ടൊന്ന് കാലിൽ കുത്തിയാൽ അത് അവിടെ നിൽക്കും. നമ്മുടെ മനസ്സ് മതയാനയേക്കാൾ കഷ്ടമാണ്. അത് പോണ വഴിയൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അത്ര വലിയ മതയാനയെ പോലുള്ള മനസ്സാണെങ്കിലും അതിനെ ഒതുക്കി നിർത്താനുള്ള ശേഷി ഭഗവാന്റെ പാദത്തിനുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ പാദത്തെ മനസ്സിൽ വയ്ക്കൂ, മനസ്സടങ്ങും. അതാണ് വജ്രാങ്കുശ ധ്വജ സരോരുഹലാഞ്ചനാഢ്യം. ധ്വജം എന്ന് പറഞ്ഞ കൊടി. കൊടി എന്തിന്റെ പ്രതീക? കൊടി ഉയർത്തുന്നത് ഉത്സവത്തിന്റെ പ്രതീകമാണ്. കൊടി ഉയർത്തിയാൽ മനസ്സിലാക്കാം ഇനി ഉത്സവം. ഉത്സവത്തിനാണ് കൊടിയേറ്റം. എന്തിനാ ഭഗവാന്റെ പാദത്തില് കൊടി? ഭഗവാന്റെ പാദം സ്മരിക്കുന്നവർക്ക് നിത്യോത്സവം. അവരുടെ ജീവിതത്തിൽ എന്നും ഉത്സവ. അവർക്കൊരു അനർത്ഥം ഒരു കാലത്തും ഉണ്ടാവില്ല. അവരുടെ സംരക്ഷണം ഭഗവാൻ ഏറ്റെടുക്കും. എന്നും ഉത്സവം. ജീവിതത്തിൽ എന്നും എന്നും സമാധാനം, എന്നും ശാന്തി, ഒരു അപകടവും ഇല്ല. അങ്ങനെ അവർക്ക് സഞ്ചരിക്കാം. അതാണ് ഭഗവാന്റെ പാദത്തില് കൊടിയടയാളം. വജ്രാങ്കുശധ്വജ സരോരുഹം. സരോരുഹം താമര. ഭഗവാന്റെ പാദത്തിലുള്ള ചിഹ്നമാണ് താമര. താമര ജനിച്ചതും വളർന്നതും ഒക്കെ എവിടെയാ? ചളിയിലാണ്. ചളിയായിട്ട് ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. ചളിയിലാണത് ഉണ്ടായത്. നമ്മളും ഈ സംസാരമാകുന്ന ചളിക്കുണ്ടിലാണുള്ളത്. പക്ഷെ അതായിട്ട് ബന്ധം ഉണ്ടാവരുത്. സൂര്യനോടെ ആർക്ക് ബന്ധമുള്ളൂ? താമരയ്ക്ക് ബന്ധമുള്ളൂ. നമുക്കും ആ ഭഗവാനോടെ ബന്ധം ഉണ്ടാവാവും. അങ്ങനെയാകുമ്പോഴോ വെള്ളത്തിൽ നിൽക്കുകയാണെങ്കിലും വെള്ളം ബാധിക്കില്ല. താമര നിൽക്കുന്നത് എവിടെയാ? വെള്ളത്തിലാ. താമരയുടെ ഇലയുടെ മുകളിൽ വെള്ളം ഒഴിച്ചു നോക്കൂ, ഒരു തുള്ളി വെള്ളം നിൽക്കില്ല. ഉരുട്ട് മറന്ന് അങ്ങനെ പോവും. നമുക്ക് വെള്ളമൊക്കെ നല്ലത് തന്നെ, വീട്, ഭാര്യ, കുട്ടിയൊക്കെ നല്ലത് തന്നെ. താമര നിൽക്കണമെങ്കിൽ വെള്ളം വേണം. പക്ഷേ അതതിൻ്റെ മുകളിലായ പ്രയാസം. അതിനാണ് ഭഗവാനെ ഹൃദയത്തിൽ വയ്ക്കൂ. താമര പോലെ ഈ ലോകം നമ്മളെ ബാധിക്കാണ്ട് ശാന്തമായിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാന്റെ പാദത്തെ ധ്യാനിക്കൂ. സഞ്ചിന്തയേത് ഭഗവത ശരണാരവിന്ദം. ഭഗവാന്റെ ചരണകമലങ്ങൾ ധ്യാനിക്കുക. ഉത്തുംഗരക്തവിലസന്നഖചക്രവാള ജ്യോത്സ്നാഭിരാഹതമഹൃദയാന്ധകാരം. ഉള്ളിലുള്ള വിഷമമാകുന്ന ഇരുട്ട്, ദുഃഖമാകുന്ന ഇരുട്ടില്ലാണ്ടിയാക്കാൻ ഭഗവാന്റെ തിരുനഖങ്ങൾ ധ്യാനിച്ചാൽ മതി. അതിൽ നിന്ന് വരുന്ന കിരണം, ചന്ദ്രകിരണം. ആ നിലാവ് കൊണ്ട് ദുഃഖങ്ങളൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടാവും. ഹൃദയത്തിലുള്ള പ്രശ്നങ്ങൾ, ദുഃഖമൊക്കെ തീരും. ധ്യായേച്ചിരം ഭഗവത ചരണാരവിന്ദം. ആ പാദം മാത്രം ധ്യാനിച്ചാൽ പോരെ. ആ പാദം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഭഗവാന്റെ കാൽമുട്ടുകൾ, പിന്നെ ഞൊറിഞ്ഞുടുത്ത മഞ്ഞപ്പട്ട്, അരയിൽ ചാർത്തിയ അരഞ്ഞാണം, ഭഗവാന്റെ താമര പോലുള്ള ഉദരം, വക്ഷസ്ഥലം, അതിലുള്ള ശ്രീവത്സം എന്ന മറുക്, വലംബരി ശംഖം പോലുള്ള ഭഗവാന്റെ കണ്ഠം, അതിൽ ഇറുകി നിൽക്കുന്ന കൗസ്തുഭരത്നം, ഭഗവാന്റെ 4 കൈകള്, മരതകരത്നം പതിച്ച തോൾവളകള്, സ്വർണവളകള്, പിഞ്ചു വിരലുകള്,
അതിലണിഞ്ഞ മോതിരങ്ങൾ, ഒരു കുഞ്ഞി ശംഖ്, കുഞ്ഞി ചക്രം, കുഞ്ഞി കഥ, കുഞ്ഞി പത്മം എന്നാണ്. സ്വന്തം വയസ്സി കൈശോരെ ഭൃത്യാനുഗ്രഹ കാതരം, ഇളം പൈതലായിട്ട് ധ്യാനിക്കൂ ആണ്. അത് അമ്മയോട് പറയുമ്പോൾ അങ്ങനെ പറയുകയാണ്. അമ്മയ്ക്ക് എപ്പോഴും കുട്ടിയായിട്ട് ധ്യാനിക്കാനാവും. എല്ലാവർക്കും അതാണ് ഇഷ്ടം. നമുക്കും ഭഗവാൻ ഒരു 6-7 വയസ്സ്, ഒരു 11 വയസ്സിന് താഴെ, അങ്ങനെയുള്ള കുട്ടികളെയാണ് കൂടുതൽ പേർക്കും ഇഷ്ടം. കുട്ടിയാവുമ്പം നിഷ്കളങ്ക മനസ്സാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. കുട്ടികളെല്ലാം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല. അതിനിപ്പോൾ എന്ത് കുട്ടി, മനുഷ്യക്കുട്ടി അല്ലെങ്കിലും ഇനി മൃഗത്തിന്റെ കുട്ടിയാണെങ്കിലും ഇഷ്ടമാണ്. എലിക്കുട്ടിയാണെങ്കിലും ഇനി മൂർഖന്റെ കുട്ടിയാണെങ്കിൽ രസമൊക്കെ തന്നെയാണ്. ഇതൊക്കെ വലുതായി കഴിഞ്ഞാലാണ് ഈ ഹൃദയം അശുദ്ധാവണതേ. അതുകൊണ്ട് ഭഗവാനെയും കുട്ടിയായിട്ട് ധ്യാനിക്കൂ. മനോഹരമായിട്ടുള്ള ഭഗവാന്റെ കവിൾത്തടം, മരതക രത്നം പതിച്ച തോളുവളകള്, മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങള്, അതിന്റെ പ്രഭയില് ഭഗവാന്റെ കവിൾത്തടം അങ്ങനെ കണ്ണാടി പോലെ, അല്ല കണ്ണാടി തോൽക്കും കവിൾത്തടം, അതങ്ങനെ പ്രകാശിക്കുകയാണ്. പവിഴം പോലുള്ള ഭഗവാന്റെ അധരം നമ്മളെ നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ്. മനസ്സ് നോക്കി പുഞ്ചിരിക്കുന്നു. ഹൃദയത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും ഞാൻ തീർത്തു തരും എന്ന് പ്രതിജ്ഞ എടുത്ത പുഞ്ചിരി. പുഞ്ചിരിക്കുമ്പോൾ മുല്ലമൊട്ട് പോലുള്ള ഭഗവാന്റെ ആ മുത്തു പല്ലുകൾ നമുക്ക് കാണാം. തിരുനാസിക, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ഭഗവാന്റെ കണ്ണുകള്, ഭക്തരെ നോക്കി നോക്കി നീണ്ട ചെന്താമര പോലുള്ള ഭഗവാന്റെ കണ്ണുകള്, കാരുണ്യമാകുന്ന സാഗരത്തിൽ നിന്ന് പൊന്തി വന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങനെ വരുന്ന അലയാണോ തോന്നും ഭഗവാന്റെ ആ പുരികം കണ്ടാൽ. ഭഗവാന്റെ നെറ്റിത്തടം, നീട്ടി വരച്ച ഗോപിക്കുറി, സുഗന്ധ തൈലമൊക്കെ ഇട്ട് തടവിയ ഇടതൂർന്ന ചുരുണ്ട മുടി, അതിൽ ചാർത്തിയ സ്വർണ്ണ കിരീടം, അതിൽ പതിച്ച രത്നങ്ങള്, അതിന്റെ മുകളിൽ ചാർത്തിയ ആ മയിൽപീലി, ഈ ഭഗവാന്റെ രൂപം ഹൃദയത്തിൽ തെളിഞ്ഞ് പ്രകാശിക്കണം. എന്നും കുറച്ചു നേരമെങ്കിലും ഇങ്ങനെ ധ്യാനിക്കുക. അപ്പോഴോ വിഷയ വിചാരം പോവും. എന്ത് പോവും? ധ്യാനിച്ചില്ലെങ്കിൽ എന്ത് വിചാരം വരിക? ഭഗവാനെ നമ്മൾ ധ്യാനിച്ചില്ലെങ്കിൽ എന്ത് വിചാരം വരിക? ഇപ്പൊ സപ്താഹം കേൾക്കാണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് വിചാരമായിരിക്കും ഇപ്പൊ മനസ്സിലുണ്ടാവുക? അതുകൊണ്ട് എപ്പോഴും കുറച്ച് സമയമെങ്കിലും ഈശ്വര വിചാരം ചെയ്യാനായിട്ട് സമയം മാറ്റിവെക്കണേ. നിത്യമായിട്ട് ഇങ്ങനെ വിചാരം ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ അനർത്ഥം ഉണ്ടാവില്ല. അവസാന കാലത്ത് അവർക്ക് എളുപ്പം ശരീരം ത്യജിക്കാൻ സാധിക്കും. ഏതുപോലെ വാസോ യഥാ പരികൃതം മതിരാമദാന്ധ, അവരെ ഭഗവാൻ കഷ്ടപ്പെടുത്തില്ല. കള്ളുകുടിയന്മാര് അവരുടെ വസ്ത്രം അഴിഞ്ഞു പോകുന്നത് എപ്രകാരം അറിയാണ്ടിരിക്കുന്നു, അതുപോലെ ദേഹം വീണു പോവും, അവരറിയില്ല. എന്തായാലും മരിക്കും. മരണം എങ്ങനെയായിക്കോട്ടെ, അനായാസേന മരണം. വേഷം അഴിച്ചു വെക്കുന്നത് പോലെ, മുഷ്ണമുണ്ടൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുന്നത് പോലെ അങ്ങനെ ശരീരം ഉപേക്ഷിക്കാൻ സാധിക്കും അമ്മേ. അതുകൊണ്ട് ഈ ഒരു ഭക്തിയോഗം, ധ്യാനയോഗം ശീലിക്കൂ. ഇതും ശീലിച്ചില്ലെങ്കിലോ, അനവധി യോഗങ്ങൾ പറഞ്ഞു. ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, ധ്യാനയോഗം. ഈ യോഗങ്ങളൊന്നും ശീലിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു ജന്മം കിട്ടി, ഇത്രയ്ക്കും നല്ലൊരു അവസരം, വിശേഷ ബുദ്ധി കിട്ടി, ഇത്രയും അനുകൂല സാഹചര്യം, എന്നിട്ടത് വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവരമ്മേ ദുഃഖിക്കേണ്ടി വരും. അതും കൂടി ഒന്ന് പറഞ്ഞാലല്ലേ പൂർണ്ണാവുള്ളൂ. അത് പറയാണ്. കുടുംബഭരണാകൽപ്പോ മന്ദഭാഗ്യോ വൃഥോദ്യമ. ആയ കാലത്തൊന്നും ഭക്തി ഇല്ലാതെ, ഈശ്വര ഭജനം ചെയ്യാതെ, ഭൗതിക വിഷയങ്ങളോട് മാത്രം താല്പര്യം, മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ, സ്നേഹം, ത്യാഗം, ഇതൊന്നും താല്പര്യമില്ല. താല്പര്യം കാശുണ്ടാക്കുക, അതിനെ മക്കളെയും പഠിപ്പിക്കും. നല്ലവണ്ണം കാശുണ്ടാക്കുക. കാശില്ലാത്തതിനൊന്നും പുറപ്പെടണ്ട. കാശുണ്ടോ അതിനു വേണ്ടി പുറപ്പെടുക. കുറച്ചു കഴിഞ്ഞ് അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടാണ്ടായാൽ പെൻഷൻ പറ്റി, അധ്വാനിക്കാനൊന്നും വയ്യ കണ്ടാൽ അവരെ ഒഴിവാക്കാൻ ഇവര് മടിക്കില്ല. കാരണം അങ്ങനെ പഠിപ്പിച്ചതേ. ഇനി കഴിക്കാൻ കൊടുക്കുക മാത്രമേ ഉള്ളൂ. രോഗമൊക്കെ വരുമ്പോൾ ചെലവ് കുറച്ച് അധികമുണ്ട്. അവിടുന്ന് പ്രത്യേകിച്ച് ഇങ്ങോട്ട് നേട്ടമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തേപ്പം അങ്ങനെ ചെയ്യാൻ കാരണം? മൂല്യങ്ങൾക്ക് അതാണ്. ഈശ്വരനെ കൊടുത്തില്ല, സംസ്കാരം കൊടുത്തില്ല, നാമം ജപിക്കാൻ പഠിപ്പിച്ചില്ല. ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുത്തു, പക്ഷെ നാമം ജപിക്കാൻ പഠിപ്പിച്ചില്ല. അതെന്നെ ബുദ്ധിമുട്ട്. സംസ്കാരമല്ലേ കൊടുക്കേണ്ടത്. അത് കൊടുത്തില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. അവസാനം മക്കളൊന്നും നോക്കിക്കോളന്നില്ല. കീനാശ ഇവ ഗോചരം, മുതുക്കം കാളയെ പോലെ ഇരിക്കും അവസ്ഥ എന്നാണ്. പശു കറവ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? വിൽക്കും. വിറ്റാൻ തണ്ടാവുക. ചിലർ അങ്ങനെ ചെയ്യുക. ചിലര് കറവ് പറ്റിയാൽ പിന്നെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പ്രത്യേകിച്ച് ലാഭമില്ല എന്ന് കണ്ടാൽ പിന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഒഴിവാക്കുക തന്നെ. അതാണ് ഈ കറവ് പറ്റിയ വിൽക്കുന്നു പറഞ്ഞിട്ട്. ചിലര് പിന്നെ അങ്ങനെ വിൽക്കൊന്നുമില്ല, അവിടെ തന്നെ വെക്കും എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ ആദരിക്കാതെ, അച്ഛനെയും അമ്മയും നിന്ദിച്ചും കൊണ്ട്, കുത്തുവാക്ക് പറഞ്ഞും കൊണ്ട് അങ്ങനെ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും. ചിലപ്പം മാറ്റിക്കെട്ടും പശുവിനെ. മറ്റുള്ള പശുക്കൾക്ക് കുളമ്പ് രോഗമൊന്നും പകരണ്ടാകരുതി മാറ്റിക്കെട്ടും. ഇതുപോലെ ചിലപ്പം വേറൊരു റൂമിലേക്ക് മാറ്റും. അവിടെ ഇരുന്നാൽ മതി, ഇത് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുതരാം.
ശരി, പിന്നെ അടങ്ങി അവിടെ ഇരിക്കും. ഇങ്ങനെ സ്വന്തക്കാരാൽ നിന്ദിക്കപ്പെട്ടും കൊണ്ട് കഴിയേണ്ട ഒരു അവസ്ഥ. എന്തിനാ ഇതൊക്കെ പറഞ്ഞു ചോദിച്ചാൽ, ഇങ്ങനെയൊക്കെ പേടിച്ചിട്ടെങ്കിലും, അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടെങ്കിലും ഒന്ന്, അത്രയേ ഉള്ളൂ. ഒരു പേടി കേട്ട് പേടിച്ചിരിക്കൊന്നും വേണ്ട. നമുക്കൊന്നും ഈ ഗതി ഉണ്ടാവില്ല. കാരണം ലേശം നേരെങ്കിലും ഭാഗവതം കേൾക്കാൻ വന്നിരുന്നല്ലോ. അങ്ങനെയുള്ളവർക്കൊന്നും ഈ അവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ നമ്മളിത് കൊടുക്കണം. സ്വന്തക്കാർക്കും കുട്ടികൾക്കൊക്കെ അവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ കൊടുക്കണം. ഇല്ലെങ്കിൽ പിന്നീട് പ്രയാസാവും, അവർ ദുഃഖിക്കേണ്ടി വരും. മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞാൽ പല ജന്തുക്കളുമായിട്ട് സാമ്യമുണ്ട്. ആദ്യം കുറച്ചു കാലം ആമയെ പോലെ എന്നാ പറയും. മലത്തിൽ കിടത്തി അങ്ങനെ കിടക്കും, കമലത്തിൽ കിടത്തി അങ്ങനെ കിടക്കും. പിന്നെ ആട് പോലെ പരസ്പരം കൊമ്പ് കൊടുക്കുക. പിന്നെ കുതിര, ഒന്നും ശരിയല്ല, ഈശ്വരനൊന്നുമില്ല, ആര് പറഞ്ഞു എന്ന് പറഞ്ഞ ലോകം നേരെയാക്കാനായിട്ട് ഓടി നടക്കും. അതാണ് കുതിര. പിന്നെ കഴുതിയായി, കല്യാണം കഴിച്ചു. പിന്നെ ഭാരം ചുമക്കുക. പിന്നെ നേരെയാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വഴിയില്ല. സമയം വേണ്ടേ, മക്കളുടെ കാര്യം നോക്കണ്ടേ, അച്ഛൻ്റെ കാര്യം നോക്കണ്ടേ, അമ്മയുടെ കാര്യം നോക്കണ്ടേ, അവനവൻ്റെ കാര്യം നോക്കണ്ടേ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, മാസം മാസം ചെക്കപ്പ്, എവിടെയും നേരം സപ്താഹം കേൾക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് നായ. നായ പറഞ്ഞാൽ മുത്തച്ഛനും മുത്തശ്ശിയായി. പിന്നെന്താ പണി? വീട് കാവൽ നിൽക്കുക. മകനും മരുമകളും കൂടി സിനിമയ്ക്ക് പോകും. ആരെ കൊടുക്കും? കുട്ടിയെ അങ്ങോട്ട് കൊടുക്കും. മുത്തശ്ശിയെ ഇഷ്ടാ കുട്ടിക്ക്. കുട്ടിക്ക് മുത്തശ്ശിയെ വേണ്ടോ? അവർക്ക് സിനിമ കാണാൻ പോകുമ്പോൾ കരഞ്ഞ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആ കുട്ടിയെ നോക്കി വീട് കാവൽ നിൽക്കുക. മുത്തശ്ശിയാകുമ്പം ഒന്നും കൊടുക്കും വേണ്ടല്ലോ. നല്ലൊരു ജർമ്മൻ ഷെപ്പേർഡ് നായയെ വാങ്ങണം, എത്ര റുപ്യ കൊടുക്കണം? അതിന് നല്ല ഭക്ഷണം കൊടുക്കണ്ടേ? എത്ര ഉണ്ട് മാസം ചെലവ്? ഒരു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ 2 ലക്ഷം റുപ്യ ലാഭ. അടുക്കള പണിയൊക്കെ ചെയ്യും, ഒന്നും കൊടുക്കണ്ട. ഹോം നേഴ്സിന്റെ ആവശ്യമില്ല. കൂട്ടിൽ മറ്റേ ജന്തുവിനെ വാങ്ങണ്ട. പിന്നെ ഒന്നും കട്ടുകൊണ്ടുപോയില്ല, പേടിക്കാനില്ല. കുട്ടിയെ നോക്കിക്കോളും, അതും പേടിക്കണ്ട, നല്ലോണം നോക്കിക്കോളും. എത്ര ലാഭം! അതുകൊണ്ടൊക്കെയാണ് മക്കളൊക്കെ ഗർഭിണിയാവുമ്പോൾ വിളിക്കും. ആരെ? അമ്മയ്ക്ക് ബാംഗ്ലൂർ കാണണ്ടേ? ഇത്ര കാലമായി ബാംഗ്ലൂർ പോയിട്ട് വിളിച്ചോ? അപ്പോഴാണ് ആവശ്യം. കുറ്റം പറയല്ലേ, നമുക്കൊക്കെ അത് വേണ്ടി വരും. എനിക്ക് തന്നെയാണ് ലോകം. അതല്ലാണ്ട് തിരുമേനി വരുമോ ചോദിച്ചാൽ ഞാൻ വരില്ല. കുട്ടി നോക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ തന്നെ ലോകം എങ്ങനെയൊക്കെയാണ്, അതൊക്കെ അറിഞ്ഞു വെക്കുക. അതിനെൻ്റെ ഇന്ന ദോഷങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈശ്വരനെ മറക്കരുത്. അത്ര ഇവിടെ പറയണുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ നീ പിടിച്ച് തൂങ്ങി വിഷമിക്കണ്ട. എന്തൊക്കെ പണി നമ്മൾ ചെയ്യേണ്ടത് ഒക്കെ ചെയ്തോളൂ. ഒക്കെ വേണം. കുട്ടിയെ പിന്നെ അമ്മയിലാണ്ട് ആരാ നോക്കുക? ഒക്കെ വേണം. പേരക്കുട്ടിയെ നോക്കണ്ട പറഞ്ഞിട്ടില്ലേ? അതൊക്കെ ചെയ്യണം. പക്ഷെ ഭഗവാനെ മറന്നുകൊണ്ട് വേണ്ട. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അവസാനം എന്ത് സംഭവിക്കും? താൻ ലാളിച്ചവരും സ്നേഹിച്ചവരൊക്കെ തന്നെ നിന്ദിക്കണത് കേൾക്കേണ്ടി വരും. അവസാനം മൂങ്ങയെ പോലെ. നായ കഴിഞ്ഞാൽ പിന്നെ മൂങ്ങയാ. തിരിച്ചറിവുണ്ടായി. അങ്ങോട്ട് സ്നേഹിക്കണതൊക്കെ വെറുതെ, ഒരു കാര്യമില്ല. ആർക്കും തന്നെ ഒരു ബഹുമാനമില്ല. കാശുള്ള കാലത്ത് എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. എന്നും ഇവിടെ തിരക്കായിരുന്നു. ഇപ്പൊ ആർക്കും ഒന്നും വേണ്ട. യാവത്ത് വിത്തോപാർജന സക്തഃ താവൻ നിജ പരിവാരോ രക്തഃ പശ്ചാത് ജീവതി ജർജരദേഹേ വാർത്താം കോപിന പൃച്ഛതി ഗേഹേ. കാശ് ഉണ്ടാക്കിയ കാലത്ത് എല്ലാവരും അന്വേഷിക്കായിരുന്നു. ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും ചോദിക്കണില്ല. അങ്ങനെ കിടക്കുക. കുറച്ചു കാലം കഴിഞ്ഞാൽ ബന്ധുക്കൾ വരുന്നത് കുറയും. ആദ്യമൊക്കെ അവർക്ക് ദുഃഖമൊക്കെ ഉണ്ടാവും. കുറച്ച് അവർ ദുഃഖം, യാത് പോകണമെന്നില്ല, അവിടെ ഇരിക്കുകയാണ്. എത്ര മാസമായിപ്പത്. പിന്നെ അവരും പഴയതുപോലെ തന്നെ അവരും സിനിമ കാണാനും TV കാണാനും ഉറക്കൊക്കെ തമാശ പറയാനും ചിരിക്കാനൊക്കെ തുടങ്ങും. അവിടെ കിടക്കുക മൂപ്പര്. തൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ലല്ലോ ഇവര്. ആ ദുഃഖം. പിന്നെ മൂങ്ങയെ പോലെ, മൂള് മാത്രമേ ഉള്ളൂ എന്നാണ്. മൂങ്ങ കണ്ടില്ലേ? നത്ത്, കൂമൻ എന്നൊക്കെ പറയും. എന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞ മൂള് തന്നെയുള്ളൂ. ചായ വേണോ അമ്മേ? അല്ലെങ്കിൽ വേണ്ടല്ലേ? തരാൻ ഭാവമില്ലെങ്കിൽ ഇപ്പം ചെയ്യാനാ? മത്സരിക്കാനൊന്നും വയ്യ. ഈ ഒരവസ്ഥ ആരായാലും. പിന്നെ എന്തുണ്ടെങ്കിലും പ്രശ്നമല്ല, ഒന്നും ബാധിക്കില്ല. കാരണം തിരിച്ചറിവുണ്ടായി. ഇത്രയേ ഉള്ളൂ എന്നങ്ങോട്ട് ബോധ്യമായി. എന്ത് കേട്ടാലും ഞെട്ടില്ല. പണ്ടൊക്കെ ഞെട്ടായിരുന്നു. ഈ പ്രായമുള്ളവർ ഞെട്ടാത്തതിന്റെ കാരണം അതാ. ഇന്നാള് മരിച്ചു, ഇത്രയേ ഉള്ളൂ. ഇന്നാള് ഉണ്ടായി, വേറെ കുട്ടി, അല്ലെങ്കിൽ മറ്റേ കുട്ടി, അതൊന്നും അവർക്കൊരു വിഷയം. കാരണം കുറെ കണ്ടു ലോകം. ഇപ്പം ബോധ്യായി. ഇപ്പൊ ഒന്നിനും അങ്ങനെ പരിഭ്രമിക്കാനൊന്നുമില്ല. അവസാനത്തെ ഗതി എന്താ വെച്ചാൽ, ചെയ്ത കർമ്മത്തിനനുസരിച്ച് ഫലം അനുഭവിക്കേണ്ടി വരില്ലേ? ഇവിടുന്ന് അനുഭവിച്ചില്ലെങ്കിൽ പുറമെ പോയിട്ട് അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഇവിടെ തന്നെ വന്ന് അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോകും. യമൻ കൊണ്ടുപോകുന്ന പറയുക. അങ്ങനെ ചെയ്ത കർമ്മത്തിനനുസരിച്ചിട്ടുള്ള നരകങ്ങൾ. അമ്മയൊന്ന് പേടിച്ചു. ഇതൊക്കെ ഉള്ളത് തന്നെയാണോ ഉണ്ണി ചോദിച്ചു.
അമ്മയ്ക്ക് സമാധാനം ആയിക്കോട്ടെ. അമ്മയോട് പറഞ്ഞു, അമ്മേ ഉള്ളതാന്ന് പറഞ്ഞ ഇവിടെ തന്നെ, അത്രൈവ നരകസ്വർഗ ഇതി മാത പ്രചക്ഷതേ. അമ്മ ഇവിടെ തന്നെ അമ്മേ. നരകവും സ്വർഗവും ഒക്കെ ചില വീട്ടിൽ പോയാൽ മനസ്സിലാവില്ലേ, നരകവും സ്വർഗമൊക്കെ ഇവിടെ തന്നെ. ഇവിടെ തന്നെ അതല്ല. ഇവിടെ സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വെച്ചാൽ സ്വർഗം, ഇവിടെ ദുഃഖിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ നരകം. ചെയ്ത കർമ്മങ്ങളുടെ ഫലം കുറച്ച് വൈകിയാണെങ്കിലും കിട്ടും. നരകത്തിൽ നിന്നൊരു ജീവൻ പോയി സുഹൃതങ്ങൾ ഒടുങ്ങി മനസ്സിന്റെ പരിഭാഗവും വന്നു ക്രമത്താലെ നരജാതിയിൽ ചെന്നു പിറന്നിട്ട്. ചില കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ട് അവര് ജനിക്കുകയാണ് വീണ്ടും. ചന്ദ്രനിൽ നിന്ന് മഴ പെയ്ത് ഇങ്ങനെ ഭൂമിയിലെത്തി, ഭൂമിയിൽ നിന്ന് സസ്യമായിട്ട് വളർന്ന് അത് അച്ഛനാവാൻ യോഗ്യനായിട്ടുള്ള ആള് ഭക്ഷിച്ച് ജീവന്റെ ഗതി വർണ്ണിക്കുക. അമ്മയാവാൻ യോഗ്യമുള്ള ആളുടെ ഗർഭത്തിലെത്തി അവർ അവിടുന്ന് വളരുന്നു. 2 മാസം 3 മാസം 4 മാസം. അച്ഛനും അമ്മയൊക്കെ നിമിത്തമായി ഉള്ളൂ. ആ ജീവൻ ഇവിടെ വന്നേ പറ്റൂ. അതിനുവേണ്ടി ബാക്കിയുള്ളവരൊക്കെ നിമിത്തമായി. കുറച്ച് കഴിയുമ്പോൾ ബോധം വന്നു, ഗർഭത്തിൽ കിടന്നത് പ്രാർത്ഥിക്കും, ഇനിയുള്ള ജന്മം ഞാൻ നേരെയാവും, ഇനി ഞാൻ ആരെയും ദ്രോഹിക്കില്ല, ഇനി ഈശ്വരാർപ്പണമായിട്ട് തന്നെ കർമ്മം ചെയ്യുള്ളൂ, സംഘം കൊണ്ട് ഞാൻ അപകടം ഉണ്ടാക്കില്ല, എന്നൊന്ന് പുറത്തേക്ക് വിടൂ, ഞാൻ യജ്ഞം അനുഷ്ഠിച്ചോളാം, ലോകനന്മ പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് ഭഗവാന് പാവം തോന്നി പുറമേക്ക് അങ്ങോട്ട് വിടുന്നതൊക്കെ മറന്നുകൊണ്ടാ വരുന്നത്. ഇല്ല ഇല്ല പറഞ്ഞിട്ടാ വരുന്നത്. കിള്ളേന്നല്ല, അത് കുട്ടിയാകുമ്പോൾ തോന്നുക. പറയണത് എന്താ? ഇല്ല 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 എന്ന് പറഞ്ഞു ഒന്ന് വടത്തി ഭഗവാൻ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ സേവിക്കും. അഹങ്കരിച്ചു താൻ തന്നെ കേമെന്നും പറഞ്ഞു എല്ലാവരെയും നിന്ദിച്ച് വീണ്ടും വീണ്ടും പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം. ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? അതില്ല. എന്താ കൊണ്ട് ഈ ചക്രത്തിൽ രക്ഷപ്പെടാനുള്ള വഴി? ഇമം പ്രാപ്യ ഭജസ്വമാം. ഇവിടെ എത്തിയ ഒറ്റ വഴിയുള്ളൂ, എന്നെ ഭജിക്കുക. ചക്രത്തില് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒറ്റ വഴിയുള്ളൂ, ഇത് ഓണാക്കിയാലോ വിളിച്ച് കരയാന്നല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. യന്ത്രൂഞ്ഞാല് കാണാറില്ലേ? യന്ത്രൂഞ്ഞാല് ദൂരത്തുനിന്ന് കാണാനൊക്കെ രസാ, ഉള്ളിൽ കയറിയ ബുദ്ധിമുട്ടാ. മോഹായി കറങ്ങണം എന്ന് മോഹായി ഉള്ളിൽ കയറിയത് തുടങ്ങിയ സമയത്തല്ലേ ഈശ്വര അത് തല കുത്തനൊക്കെ ആയിട്ട് ഉള്ളിൽ രാവിലത്തെ 8 ഇങ്ങോട്ട് പോര്. ആകെ പ്രയാസമായി. ഒറ്റ വഴിയുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും? അവിടുന്ന് ചാടിയാ വീഴും, ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓണാക്കിയാലോട് ഒന്ന് ഓഫാക്കടോ എന്ന് വിളിച്ച് കരയാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ സംസാരത്തിൽ പെട്ട ഒറ്റ വഴിയുള്ളൂ, ഈ ചക്രം ഉണ്ടാക്കിയാലോടൊന്ന് നിർത്തണേ എന്ന് വിളിച്ച് കരയല്ലാണ് എന്താ ചെയ്യാൻ പറ്റുക? ആ ഭഗവാനെ ആശ്രയിച്ചാൽ ദുഃഖം തീരും, അതല്ലാണ്ട് വേറെ വഴിയില്ല. അമ്മേ ഇനി എന്തെങ്കിലും കേൾക്കാണ്ടോ ചോദിച്ചു. അമ്മ പറഞ്ഞു, എന്ത് കേൾക്കാൻ, ഇനിയിപ്പോൾ എന്താ കേൾക്കേണ്ടതായിട്ടുള്ളത്? അങ്ങനെ ഈ സംസാര ചക്രത്തെ തിരിക്കുന്ന ആൾ എൻ്റെ മകനായിട്ട് വന്നില്ല. ഇതിലെ വലിയ ഭാഗ്യം അമ്മയ്ക്ക് എന്താ ഉള്ളത്? നിന്റെ കുക്ഷിയിലുള്ള ബ്രഹ്മാണ്ടങ്ങളൊക്കെ പ്രളയാവസാനത്ത് ഭഗവാൻ എല്ലാത്തിനും ഭക്ഷിക്കുന്ന ഭഗവാന്റെ കുക്ഷിയിലാണ് ബ്രഹ്മാണ്ടം. ആ ഭഗവാൻ ആരുടെ കുക്ഷിയിൽ വന്ന് പറഞ്ഞു? ദേവഭൂതിയുടെ ഗർഭത്തിൽ വന്നില്ലേ. ഇതിലും വലിയ ഭാഗ്യം അമ്മയ്ക്ക് എന്താ ഉള്ളത്? എനിക്കൊന്നും നേടാനില്ല എന്ന് പറഞ്ഞ് ആ അമ്മ തൊഴുതം കണ്ട് നമസ്കരിച്ചു. അവളുടെ ആ ഭൗതിക ശരീരം പോലും ലോകത്തിന് ഗുണമായും കൊണ്ട് ഒരു നദിയായിട്ട് അങ്ങോട്ട് ഒഴുകി. അതാണ് സിദ്ധപദം. ഇന്നും ഹിമാചൽ പ്രദേശിൽ പോയാൽ സിദ്ധബാരി അല്ലെങ്കിൽ സിദ്ധവാടി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന നദി ഈ അമ്മയുടെ ശരീരമാണത്രേ. കപിലോപി മഹായോഗി. കപിലൻ എന്ന മഹായോഗി ആവട്ടെ, അദ്ദേഹം സാഖ്യാചാര്യൻ എന്നുള്ള പേരിൽ പ്രസിദ്ധനായി. അദ്ദേഹം ഇപ്പോഴും വടക്ക് ഭാഗത്ത് ലോകനന്മ പ്രാർത്ഥിച്ചും കൊണ്ട് കഴിയണു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്കന്ധം അവിടെ സമർപ്പിച്ചു. പിന്നീട് 4ാമത്തെ സ്കന്ധം ആരംഭിക്കുകയാണ്, ചതുർത്ഥ സ്കന്ധം. വിസർഗമാണ് വിഷയം. വിശേഷണമുള്ള സൃഷ്ടിയെ പറ്റി വർണ്ണിക്കുകയാണ്. അതിലെ കഥ വർണ്ണിച്ച് വരുമ്പം സ്വയംഭൂമനുവിന്റെ 2 ആൺകുട്ടികൾ പ്രിയവ്രതൻ ഉത്താനപാതൻ, 3 പെൺകുട്ടികൾ ആകൂതി ദേവഭൂതി പ്രസൂതി. ദേവഭൂതിയുടെ കഥയപ്പം അത്ര നേരം പറഞ്ഞത്. അതിലാ ദേവഭൂതിയുടെ മകൻ കപിലൻ. ഇനി പ്രസൂതിയുടെ കഥ പറയണ്ടേ? പ്രസൂതി വിവാഹം കഴിച്ചു. ആരെ? ദക്ഷനെയാണ് വിവാഹം കഴിച്ചത്. ആരെ? ദക്ഷനാര? ബ്രഹ്മാവിന്റെ മകൻ ദക്ഷൻ, പ്രജാപതി കേമനാണ്. അങ്ങനെ അതില് ദക്ഷന് പ്രസൂതിയില് 16 പെൺകുട്ടികൾ ഉണ്ടായി. അതിലെ ഒരാളാണ് ആര്? സതീദേവി. ഈ സതീദേവി വിവാഹം കഴിച്ചത് ആരാ അറിയോ? ആരാ കഴിച്ചത്? മഹാദേവൻ പരമേശ്വരൻ വിവാഹം കഴിച്ചു. എന്നിട്ട് കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ സുഖമായിട്ട്. അല്ലല്ല, കുട്ടികളൊന്നും ആയില്ല. അതിന്റെ മുന്നിൽ സതി ദേഹം ത്യജിച്ചു. അതങ്ങോട്ട് കേട്ടപ്പോ സങ്കടമായി. എന്തേ ഉണ്ടായി ചോദിച്ചു. അതെന്തേ ഉണ്ടായി ചോദിച്ചാൽ ഈ ശിവനും ദക്ഷനും തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായി. അമ്മായച്ചനും മരുമകനും തമ്മിൽ ചെറിയൊരു പ്രശ്നം. അതെന്തേ ഉണ്ടായി? എന്തേ ഉണ്ടായി ചോദിച്ചാൽ ദക്ഷന്റെ അഹന്ത. അല്ലാണ്ടെന്താ? ഒരിക്കലും പ്രജാപതിമാരുടെ സത്രം ഉണ്ടായിരുന്നു. ആ സത്രത്തിൽ മുഖ്യാതിഥി ദക്ഷനാണ്. അവിടെ പലരും വന്നിട്ടുണ്ട്, ദേവർഷികൾ ബ്രഹ്മർഷികൾ എല്ലാവരും ഉണ്ട്. വിഷ്ണു ഭഗവാൻ, പരമശിവൻ, ബ്രഹ്മദേവൻ എല്ലാവരും ഉണ്ട്. ദക്ഷൻ അവിടേക്ക് വന്ന സമയത്ത് അവിടെ ഉള്ളവരൊക്കെ എണീറ്റ് ദക്ഷനെ നമസ്കരിച്ചു.
ശിവനും വിഷ്ണു ഭഗവാനും ബ്രഹ്മാവും മനസ്സുകൊണ്ട് നമസ്കരിച്ചു. എങ്ങനെ നമസ്കരിച്ചു? ആ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കപില എന്താ പറഞ്ഞത്? മനസായതാനി ഭൂതാനി. നല്ല വിവരമുള്ളവർ മനസ്സുകൊണ്ടേ നമസ്കരിക്കുള്ളൂ. കാരണം അവരെല്ലാവരിലും ഈശ്വരനെ കാണുന്നുണ്ട്. എല്ലാവരിലും ഈശ്വരനെ കാണുന്നവർക്ക് മനസ്സുകൊണ്ടേ നമസ്കരിക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളിലൊക്കെ ഈശ്വരനെ കാണുന്നുണ്ട് ഞാനെങ്കിൽ എനിക്ക് പിന്നെ അവിടെ വന്ന് നമസ്കരിക്കാൻ സാധിക്കുമോ? ഇത്രയും പേരെ നടക്കുമോ? അപ്പം എന്ത് ചെയ്യും? മനസ്സുകൊണ്ട് നമസ്തേ, എല്ലാവരും നമസ്കരിച്ചു കിട്ടുമോ? അത്രയേ ഉള്ളൂ. മനസ്സുകൊണ്ട് നമസ്കരിക്കുക, അത്രയേ വേണ്ടൂ. മനസ്സിലില്ലാണ്ട് പുറമേക്ക് നാട്യം കാണിച്ചത് ഒരു എക്സസൈസ്, അത്രയേ ഉള്ളൂ. അതൊരു കുംഭ കുറയാൻ നല്ലതാ, ഒരു 12 നമസ്കാരം. അതല്ലാണ്ട് എന്താ കാര്യം? ഉള്ളിലെ ഭാവമില്ലെങ്കിൽ എന്താ കാര്യം? അത് ഗോഷ്ടി, അത്രയേ ഉള്ളൂ. മനസ്സുകൊണ്ട് നമസ്കരിച്ചു. മറ്റുള്ളവരൊക്കെ പേടിച്ചിട്ട് നമസ്കരിച്ചതാ. ഇനി ദക്ഷൻ നീ ദേഷ്യപ്പെടണ്ട, ശപിക്കണ്ട, കോപിക്കണ്ട കരുതിയിട്ട് വേണമെന്നിട്ടല്ല. പക്ഷെ ദക്ഷന് ഇഷ്ടപ്പെട്ടില്ല. 3 പേര് തന്നെ നമസ്കരിച്ചില്ല. ശിവനും വിഷ്ണുവും ബ്രഹ്മാവും. ബ്രഹ്മാവ് പിന്നെ തന്റെ അച്ഛനാണ്, ക്ഷമിച്ചേക്കാം, അച്ഛനാണല്ലോ. അച്ഛനെ അങ്ങോട്ട് നമസ്കരിക്കാൻ വേണ്ടത്, അത് ചെയ്തതുമില്ല. ഇങ്ങോട്ട് നമസ്കരിക്കാത്തതിന് ദേഷ്യം. അത് പിന്നെ ക്ഷമിക്കാം, അച്ഛനാണല്ലോ വിചാരിക്കാം. വിഷ്ണു ഭഗവാൻ അത് തന്റെ അച്ഛന്റെ അച്ഛനാ. ബ്രഹ്മാവിന്റെ അച്ഛനാണ് ആര്? ബ്രഹ്മാവ് എവിടുന്ന ഉണ്ടായത്? ഭഗവാന്റെ നാഭീ കമലത്തിൽ നിന്നല്ലേ ഉണ്ടായത്. ഭഗവാൻ ബ്രഹ്മാവിന്റെ അച്ഛനും അമ്മയും വിഷ്ണു ഭഗവാനാ. അപ്പൊ മുത്തശ്ശനാണ്. മുത്തശ്ശനാണെങ്കിൽ വയ്യായ മുട്ടുംകാലിന് വേദനയൊക്കെ ഉണ്ടാവും, കുഴപ്പമൊക്കെ തെച്ചിരിക്കും. അപ്പൊ അതുകൊണ്ടാവും എണീക്കാനത്. അതും ക്ഷമിക്കാം. പിന്നുള്ളത് ശിവനാണ്. ശിവനാരാ? മുത്തശ്ശനോ? അമ്മാവൻ, വല്യച്ഛൻ. തൻ്റെ മരുമകനാണ്, മകളെ കല്യാണം കഴിച്ച ആളാണ്. അദ്ദേഹം തൻ്റെ കണ്ണ് എന്താ എണീക്കാഞ്ഞു? ഞാൻ വരുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ആ കാറിന്റെ വാതിൽ തുറന്ന് കൈ പിടിച്ച് കൂട്ടി കൊണ്ടുപോകേണ്ട ആളാ. അതൊന്നും വന്നില്ല എന്ന് മാത്രമല്ല, അടുത്തെത്തിയാൽ ഒന്ന് ചിരിച്ചുകൂടെ? എന്തേ വൈകി, ബസ് കിട്ടിയില്ല, എന്തെങ്കിലും ലോക്യം പറഞ്ഞൂടെ? അതുപോലും ചെയ്തില്ല. അഹങ്കാരി. ഉള്ളിൽ പറഞ്ഞു. ആ വേദിയിൽ സിംഹാസനത്തിൽ ഇരുന്നു, പക്ഷെ ഇരിപ്പുറക്കണില്ല. ചിലതൊക്കെ പറയാൻ വന്നാൽ പിന്നെ മുന്നാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മൈക്കങ്ങോട്ട് വാങ്ങി ദേഹത്തിന്റെ പ്രസംഗം അങ്ങോട്ട് തുടങ്ങി. അല്ലയോ ദേവർഷികളെ, ബ്രഹ്മർഷികളെ, രാജർഷികളെ, ഞാൻ ചിലത് ഇവിടെ പറയാണ്. അതെനിക്ക് ശിവനോടുള്ള ദേഷ്യം കൊണ്ട് പറയല്ല, എനിക്ക് വിവരമില്ലാത്തതുകൊണ്ടും പറയല്ല. എല്ലാവർക്കും ഉറപ്പായി ഇതെന്റെ കാര്യം, അല്ലെങ്കിൽ ഇപ്പൊ ഈ മുഖവരയുടെ ആവശ്യമില്ല. ശിവനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ, എന്ത് കേമത്തായാക്കുള്ളത്. മുതിർന്നവരെ ബഹുമാനിക്കാൻ അറിയില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കായിരിക്കുന്ന പിന്നെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് എന്തിനാണ്? എനിക്കൊട്ടും മോഹമില്ലായിരുന്നു. എനിക്കൊട്ടും മോഹമില്ല. എൻ്റെ അച്ഛൻ ബ്രഹ്മാവ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ മനസ്സോടെ എൻ്റെ മകളെ, സുന്ദരിയായിട്ടുള്ള എൻ്റെ മകളെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുത്തത്? ഈ ശിവന് വിവാഹം കഴിച്ചു കൊടുത്തത്. എൻ്റെ മകളെ നിങ്ങൾക്ക് അറിയില്ലേ? മൃഗശാപാക്ഷിയ, മാൻമിഴിയാള. എന്നാൽ ശിവനോ മർക്കടലോചന, കുരങ്ങന്റെ കണ്ണാണ് ഇയാൾക്ക്. എന്തെങ്കിലും വൃത്തി ഇയാൾക്കുണ്ടോ? ലുപ്തക്രിയായ ആശുചയെ മാനിനെ ഭിന്നസേതവേ അനിച്ഛന്നപ്യതാംബാലാം. ഇതിന് കുളിയില്ലേ, ഭസ്മസ്നാനേ ഉള്ളൂ. എന്തെങ്കിലും ഉടുക്കോ? എന്തുടുക്കുക? ആനത്തോലോ പുലിത്തോലോ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഉടുത്താലായി. ഭസ്മമാണ് മേലെ പൂശണത്. മുടി മാടൂല്ല, ജടാമുടിയാണ്. രാത്രി ശ്മശാനത്തിൽ പോയിട്ട് നൃത്തം വയ്ക്കും. അത് കാണാൻ ആരെങ്കിലും ഉണ്ട്? ആരുണ്ടാവാൻ? രാത്രി 12:30 ആരാണ്ടാവുക? എന്നിട്ട് പേര് താണ്ഡവെന്ന്. അതൊക്കെ ഇരിക്കട്ടെ, ഇയാളുടെ കൂട്ടുകാരാരാധിച്ചുണ്ടോ? ഭൂതൈഹി എന്നാണ്. പ്രേതങ്ങളും പ്രേതൈഹി ഭൂതഗണൈർവൃതഃ. പ്രേതങ്ങളും ഭൂതഗണങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്കിപ്പം വിഷമുണ്ട്, ഉള്ളത് പറയാലോ. എൻ്റെ പേരാണ് അത്ഭുതം. ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപി എന്നർത്ഥം. എന്ത് മംഗളം! കഴുത്തിൽ തലയോട്ടിയാണ്, പാമ്പ്. ഒരാൾക്കും ഇങ്ങനെയൊന്നും കാണാറില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രകൃതം. എൻ്റെ പേര് മംഗളസ്വരൂപി. കഷ്ടം തന്നെ. ഇത്ര പറഞ്ഞപ്പോഴും എല്ലാവരും കരുതി ശിവൻ 3ാമത്തെ കണ്ണങ്ങടെ തുറക്കും, ഇയാളെ ഭസ്മാക്കുന്ന വിചാരിച്ചത്. ശിവനൊന്നും വേണ്ടിയില്ല. ഇതുപോലെ ചോദിച്ചാൽ ഇപ്പം ഇടയ്ക്ക് ഉത്സവത്തിനൊക്കെ ആനയെ ഇങ്ങനെ റോട്ടിലൂടെ കൊണ്ടുപോകുമ്പോൾ നായ കുറയ്ക്കും ഇല്ലേ? നായയുടെ വിചാരം നായയാണ് ഇവിടുത്തെ നാട്ടിലെ രാജാവ് എന്നാ. ആ നായ ഇങ്ങനെ വലിയൊരു ജന്തുവിനെ കാണുമ്പോൾ നായ ഇങ്ങനെ കുറയ്ക്കും. ആന തിരിച്ച് ചിഹ്നം വിളിക്കോ? നായ ഇങ്ങനെ കുറയ്ക്കുമ്പോൾ ഒന്നും കൂടി നോക്കി, ഒന്നും കൂടി മെല്ലെ നടക്കും. തലക്കാട്ടി ഒന്നും കൂടി ചെവിയൊക്കെ ഒന്ന് തിരിച്ച്, സന്തോഷം. അതിന് അത് തിരിച്ച് ചിഹ്നം വിളിക്കാം. അതിനോടൊക്കെ തിരിച്ചു പറയാൻ നമുക്കൊരു വിലല്ലേ? അതാണ്. ശിവനൊന്നും വേണ്ടി എന്തോ വിവരമില്ലാണ്ട് പറയണു. പോട്ടെ, ഒക്കെ വിട്ടേക്കാൻ. വിവരമില്ലാത്തോണ്ടല്ലേ, സാരല്ല. താൻ ഇത്ര പറഞ്ഞിട്ട് തിരിച്ചൊന്നും പറയാണ്ടിരുന്നപ്പം ദേഷ്യം ഒന്നുകൂടി വർദ്ധിച്ചു. ആർക്ക്? ദക്ഷൻ ശപിച്ചു. താൻ മിണ്ടാണ്ടങ്ങനെ ഇരിക്കണോ? യാഗത്തിൽ ഇനി മുതൽ തനിക്ക് ഭാഗം കിട്ടാണ്ട പോട്ടെ. ഇനി യാഗത്തിന് പോയാൽ ശിവന് ഇലടില്ല, വിളമ്പില്ല, ഭക്ഷണം കൊടുക്കില്ല, നിവേദ്യം സമർപ്പിക്കില്ല. വിഷ്ണു ഭഗവാനും ബ്രഹ്മാവനും സമർപ്പിക്കും, ആർക്ക് കൊടുക്കില്ല? ശിവന് തരാതെ പോട്ടെ. അതാണ് ശപിച്ചത്. അപ്പോഴും ശിവനൊന്നും വേണ്ടിയില്ല. കുടുംബത്തുണ്ടല്ലോ,
എന്താണ്, തനിക്കുണ്ടല്ലോ, ഇല്ലെങ്കിലല്ലേ ഇപ്പൊ ഇതൊക്കെ വേണ്ട, അത്ര തന്നെ. പക്ഷെ ഇതാർക്കും ഇഷ്ടപ്പെട്ടില്ല. നന്ദികേശ്വരൻ ഇഷ്ടപ്പെട്ടില്ല. പരമശിവന്റെ ഭക്തനാണ്, തന്റെ പ്രഭുവിനെ എങ്ങനെ കുറ്റം പറയും? അയാൾ അവിടെ നിന്ന് എണീറ്റു. ഇങ്ങനെ തലയില്ലാത്ത വർത്തമാനം പറഞ്ഞ ദക്ഷ തന്റെ തല വീണു പോട്ടെ. ആര് ശപിച്ചു? നന്ദികേശ്വരൻ ശപിച്ചു. അപ്പോഴേക്കും അവിടെ ദക്ഷന്റെ പാർട്ടിക്കാർ കുറച്ച് പേരുണ്ട്, അവരിങ്ങോട്ട് ശപിച്ചു. ചുരുക്കം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ശാപം. അവസാനം ആ അസംബ്ലി പിരിച്ചു വിട്ടു. ശിവൻ തിരിച്ചു പോരും ചെയ്തു. കൈലാസത്തിലെത്തി. സതിയോട് ഇക്കാര്യം പറഞ്ഞതുമില്ല. കാരണം ഇക്കാര്യം പറഞ്ഞാൽ സതിക്ക് ഇഷ്ടപ്പെടും. ഏത് കുട്ടിക്കാണ് അച്ഛനെ പറ്റി ഉള്ളതാണെങ്കിലും കുറ്റം പറഞ്ഞാൽ ഇഷ്ടാവും? ഉള്ളത് തന്നെയാവും, എന്നാലും കുറ്റം പറഞ്ഞപ്പോൾ ഏത് കുട്ടികൾക്ക് ഇഷ്ടാവുക? അപ്പൊ അതുകൊണ്ട് തന്റെ ഭാര്യയെ വിഷമിപ്പിക്കേണ്ട കരുതി ഭഗവാൻ ഈ കാര്യമൊന്നും മിണ്ടിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. ആരും യാഗം നടത്താണ്ടായ സമയത്ത് ദക്ഷൻ തന്നെ ഒരു യാഗം നടത്തി. ഉദ്ദേശം ശിവനിന്ദ. എന്താണ് യാഗം? എന്നൊക്കെ പറഞ്ഞ അർത്ഥം ലോക നന്മ, ഈശ്വര പൂജ എന്നാണ് അർത്ഥം. ഇത് ഈശ്വരനെ നിന്ദിക്കാനായിട്ടൊരു യജ്ഞം. ബൃഹസ്പതി സവം നാമ, ബൃഹസ്പതി സവം എന്നാണ് അതിന്റെ പേര്. അങ്ങനെ അതിനെല്ലാവരെയും ക്ഷണിച്ചു, ശിവനെ മാത്രം ക്ഷണിച്ചിട്ടില്ല. അവിടേക്ക് പോകാനായിട്ട് ദേവസ്ത്രീകളൊക്കെ ഒരുങ്ങി പോകുമ്പം ഇത് കണ്ടു ആര്? സതി. ചോദിച്ചു, എങ്ങോട്ടാ പോകണമെന്ന്. നിന്റെ അച്ഛൻ യാഗം നടത്തണില്ലേ, കാണാൻ പോവാന്ന് പറഞ്ഞു. അപ്പോഴാണ് സതി ഈ വാർത്ത അറിയണത്. ഓടിച്ചെന്നു ശിവന്റെ അടുത്തേക്ക്. എന്നിട്ട് ചോദിച്ചു, എന്നാലും മഹാദേവ അങ്ങ് മിണ്ടിയില്ലല്ലോ, അങ്ങ് അറിഞ്ഞിട്ട് എന്താ എന്നോട് പറയാനും? എന്റെ അച്ഛൻ യാഗം നടത്തണുണ്ട്, പോവല്ലേ? പരമശിവനൊന്നും മിണ്ടിയില്ല. കണ്ണടച്ച് ഓ എന്ന് ജപിച്ചു. ഓ വലിയ ശിവൻ. അല്ല, അങ്ങയോടൊപ്പം അച്ഛനോടും അമ്മയോടുള്ള സ്നേഹം പറഞ്ഞാൽ മനസ്സിലാവൂ? അച്ഛനും അമ്മയും ഉള്ളവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അങ്ങ് സ്വയംഭൂ അല്ലേ? എന്താണ് ശിവൻ? അച്ഛനും അമ്മയൊന്നുമില്ല, ഒറ്റയ്ക്കുണ്ടായ ആളാ. അങ്ങനെയുള്ളവർക്ക് അച്ഛനോടും അമ്മയോടുള്ള സ്നേഹം പറഞ്ഞാൽ മനസ്സിലാവൂ? ബന്ധുക്കളൊക്കെ ഉള്ളവരോടല്ലേ ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോഴും ശിവനൊന്നും വേണ്ടിയില്ല. അപ്പൊ സതി പറഞ്ഞു, ഓ ക്ഷണം പോരായിട്ടായിരിക്കും. എന്താണ് ക്ഷണം പോരായിട്ടായിരിക്കും. ബന്ധുക്കളുടെ അടുത്തേക്ക് ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? അടുത്ത ബന്ധുക്കളാണെങ്കിൽ ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛന്റെ വീട്ടിലേക്ക്, അമ്മയുടെ വീട്ടിലേക്ക്, ഭാര്യയുടെ വീട്ടിലേക്ക്, ഗുരുനാഥന്റെ വീട്ടിലേക്ക്, സത്സംഗം നടക്കണ ദിക്കിലേക്കൊന്നും ക്ഷണിക്കണം എന്നില്ല. കേട്ടറിഞ്ഞു പോവാം. ഇവിടെ ഭാര്യ കൂടാണ്, തന്റെ ഗുരുസ്ഥാനാണ്, അച്ഛനാണ്, പോയിക്കൂടെ? മാത്രല്ല അവിടെ യാഗം നടത്തുന്നുണ്ട്, യജ്ഞമാണ് നടക്കുന്നത്, സൽക്കർമ്മല്ലേ, പോയിക്കൂടെ? ഇത്രയും കേട്ടപ്പം പരമശിവൻ ഇടപെട്ടു. പരമശിവൻ പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, സജ്ജനങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചില്ലെങ്കിലും പോവാം. പക്ഷേ നിന്റെ അച്ഛനെ പോലുള്ള ദുർജനങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചാലും പോവരുത്. ഔ, അച്ഛനെ പറ്റി എന്താ പറഞ്ഞത്? അതങ്ങോട്ട് കേട്ടപ്പോ സതിക്ക് സഹിച്ചില്ല. എന്താ അച്ഛനെ പറ്റി അങ്ങനെ പറയാൻ കാരണം? പിന്നെ നടന്ന കഥ പറഞ്ഞു. അന്ന് സത്രണ്ടായപ്പോഴേ നിന്റെ അച്ഛനായിരുന്നു മുഖ്യ അതിഥി. അവിടെ വന്ന സമയത്ത് ഞങ്ങൾ 3 പേരും മനസ്സുകൊണ്ട് നമസ്കരിച്ചു. പക്ഷെ ദേഹാഭിമാനിയായി നിന്റെ അച്ഛൻ അത് പോരായിരുന്നു, കൽക്കൽ വീണ് നമസ്കരിക്കണത് വാശി. എന്നാ അങ്ങനെയാണെങ്കിൽ ശപിക്കുകയാണെങ്കിൽ 3 പേരെയും ശപിക്കണ്ടേ? എന്നെ മാത്രം ശപിച്ചു, വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനെയും ശപിച്ചില്ല. പണ്ടേ ഉണ്ട് നിന്റെ അച്ഛൻ എന്നോട് ചെറിയൊരു ദേഷ്യം, പണ്ടേ എന്തോ എന്നെ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവമുണ്ട്. അയാൾക്ക് എന്നെ അവിടെ കാണുന്നത് ഇഷ്ടമല്ല, അതിനുവേണ്ടി യാഗം നടത്തുന്നത്. ഞാൻ അവിടെ വലിഞ്ഞു കയറി പോണത് എന്തിനാ? തന്നെ ഒരാൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഇനി അവിടെ നിർബന്ധിച്ചു അവിടെ പോകേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ അങ്ങോട്ടില്ല, ഞാൻ പോട്ടെ, നീ പോവാണ്ടിരിക്കുക നിന്റെ ഇഷ്ടം. അതിൽ ഭഗവാൻ ഇടപെട്ടില്ല. കാരണം പരമശിവൻ അറിയാം എന്ത് പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. ഉണ്ടായിക്കോട്ടെ, എന്താ കാരണം? അധികം വൈകാണ്ട് സതി ദേഹം ത്യജിക്കുന്നുള്ളത് ആർക്കറിയാം? പരമശിവൻ അറിയാം. ഇവിടെ ഇരുന്നിട്ടാണ് ദേഹം ത്യജിക്കണതെങ്കിൽ തന്നെ പഴി പറഞ്ഞുകൊണ്ടാവും ഇവിടെ മരിക്കുക. എന്നാലും വിട്ടിട്ടില്ല, ദുഷ്ട ഭർത്താവ് അത്രേ. അച്ഛനെ യാഗം നടത്തുമ്പോൾ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ശിവനെ നിന്ദിച്ചും കൊണ്ടും അച്ഛനെ സ്തുതിച്ചും കൊണ്ടും മരിക്കും. തിരിച്ചു പോട്ടെ. അവിടെ പോയി കഴിഞ്ഞാൽ എന്താ ഗുണം? അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നിന്ദിക്കണത് കാണും. അത് കാണുമ്പോൾ സഹിക്കില്ല പത്നിക്ക്. എന്റെ നാമം ജപിച്ചും കൊണ്ട് ശിവനെ ദ്വേഷിച്ചും കൊണ്ട് ശരീരം തിരിച്ചാൽ എന്നിൽ തന്നെ എത്തുമല്ലോ. എന്താണ് അവസാനം എന്ത് വിചാരിച്ചാണോ മരിക്കണതായിട്ട് ചേരുന്നതാണ്. അതുകൊണ്ട് പത്ന്യംഗനാശം ഹി ഉഭയത്ര ചിന്തയൻ. അത് കണ്ടതുകൊണ്ട് ചിന്തിച്ച് ഭഗവാൻ പോണ്ടെന്ന് പറഞ്ഞില്ല. പോവാച്ച പോയിക്കോട്ടെ എന്നുള്ള മട്ടിൽ. ഒന്ന് പറയാം, അവിടെ എത്തിക്കഴിഞ്ഞാൽ നിന്നെ നിന്ദിക്കും. നിന്നെ കാണുന്നത് മകളായിട്ടല്ല, ശത്രുവിന്റെ ഭാര്യയായിട്ടാണ് കാണുന്നത്. സതി ഇറങ്ങി. ശിവനെ വിട്ടാര് പോയി? സതി പോയി. ഇവിടെ പറയാണ് എങ്ങനെയുള്ള ശിവനെ വിട്ടിട്ട്? പിത്രോരകാത് സ്ത്രൈണ വിമൂഢതീർഗൃഹാൻ പ്രേമണ ആത്മനോയോ അർത്ഥമതാത് സതാം പ്രിയ. ഇത്രയ്ക്കധികം പത്നിയെ സ്നേഹിക്കുന്ന ഒരു പതി ലോകത്ത് വേറെ ഉണ്ടാവില്ല. കല്യാണം കഴിഞ്ഞാൽ ഏറി വന്ന വല്ല പട്ടുസാരിയോ അല്ലെങ്കിൽ 2 സ്വർണ്ണവളയോ ഒക്കെ വാങ്ങിക്കൊടുക്കണ്ടാവുള്ളൂ. ഇത് ശിവൻ കൊടുത്ത് തന്റെ പകുതി കൊടുത്തു. തന്റെ പകുതി, അർദ്ധമതാത്, തന്റെ പകുതി അങ്ങോട്ട് കൊടുത്ത പരമശിവൻ ആര് വിട്ടു? ഈ സതി ഉപേക്ഷിച്ചില്ലേ? അതിന്റെ ഫലം അവൾക്ക് കിട്ടിയല്ലോ. സതി അങ്ങോട്ട് പോയപ്പോൾ പരമശിവൻ കണ്ണങ്ങോട്ട് തുറന്നു. അവള് പോയോ? നന്ദികേശ്വരനോട് പറഞ്ഞു, ചെല്ലു, അപകടമാണ് അവിടെ ഉണ്ടാവുക, നീ ഒപ്പണ്ടാവണം എന്ന് പറഞ്ഞ ആരെ വിട്ടു? നന്ദികേശ്വരനെ കൂടെ വിട്ടു. സതിദേവി യാഗശാലയിലേക്ക് എത്തി. വരുന്നത് കണ്ടു ദക്ഷൻ. ആ ഗേറ്റ് തുറന്ന് വരുന്നുണ്ട്.
സതി അന്ന് കണ്ടത് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ലേ, നോക്കിയാലല്ലേ ഉപദ്രവമുള്ളൂ. സതിക്ക് മനസ്സിലായി തന്നെ നോക്കണത് ഇപ്പം മകളായിട്ടല്ല കാണുന്നത്, ശത്രുവായിട്ട് അച്ഛൻ കണക്കാക്കണത്. അമ്മയൊക്കെ വന്ന് കേമായിട്ട് സ്വീകരിക്കുന്നുണ്ട്, ചായ കുടിക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പതിവ്രതകൾക്ക് ചേർന്നതല്ല. തന്റെ ഭർത്താവിനെ നിന്ദിക്കണ ദിക്കിൽ പോയിട്ട് അതിന് കൂടി തന്റെ ഭർത്താവിനെ പറ്റി കുറ്റം പറഞ്ഞ് അവിടുന്ന് ചായയും കുടിച്ചത്. നോക്കട്ടെ, തന്റെ പതിയെ അവിടെ വന്ദിക്കുന്നുണ്ടോ ഉറപ്പിക്കണം, സ്ഥാനം കൊടുത്തിട്ടുണ്ടോ നോക്കണം. യാഗശാലയിലേക്ക് പോയി നോക്കിയപ്പം 2 വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്, 1 വിളക്ക് കത്തിച്ചിട്ടില്ല. ശിവന്റെ സ്ഥാനം അരുദ്രഭാഗം. അതങ്ങട്ട് കണ്ടപ്പോഴാണ് ഇത്രയൊക്കെ ഗൗരവം ഉണ്ടെന്ന് മനസ്സിലായത്. ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ. യാഗം പൂർണ്ണമാവണമെങ്കിൽ 3 പേർക്കും കൊടുക്കണ്ടേ, 2 പേർക്ക് കൊടുക്കണുണ്ട്. ശിവന് കൊടുക്കാതെ തന്നെ ചെയ്യാ പറഞ്ഞാൽ എത്ര കഷ്ടാത്. പരമ വൈഷ്ണവന്മാര് പോലും രുദ്രം പഠിക്കും. ശിവന്റെ അമ്പലത്തിലൊന്നും ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും അവരെന്ത് പഠിക്കും? നമസ്തേ രുദ്രമന്യവ ഉതോത ഇഷവേ നമ. അത്രയ്ക്ക് പ്രധാനമാണ് രുദ്രം. അതില്ലെങ്കിൽ ഒന്നും പൂർണ്ണാവില്ല. അങ്ങനെ ഇരിക്കെ ഈ ദക്ഷനുള്ള വൈരം നോക്കൂ ശിവനോട്. അരുദ്രഭാഗം. അതങ്ങട്ട് കണ്ടതും സഹിച്ചില്ല ദേവിക്ക്. നേരെ യാഗശാലയിൽ വന്ന് എല്ലാവരും കേൾക്കാൻ പാകത്തിൽ പറയാണ്, കഷ്ടം തന്നെ, അങ്ങയുടെ ദേഷ്യം ആരോടാ? അങ്ങെന്താ ഈ ശിവനെ നിന്ദിക്കണത്? എത്ര മോശമാണ് ആ പ്രവൃത്തി. ഇവിടെ എല്ലാവരും വന്ദിക്കണത് അല്ലെങ്കിൽ സ്നേഹിക്കണത് വാസ്തവത്തിൽ ശിവനെയല്ലേ. എന്താ അറിയാണ്ട പോണത്? എല്ലാവരും ശരിക്കും സ്നേഹിക്കണത് ആരെയാ? ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണുണ്ടെങ്കിൽ ഭർത്താവിന് ശിവനുള്ളതുകൊണ്ടാ. ഭർത്താവിന് ശിവനില്ലെങ്കിൽ എന്താ പേര്? പിന്നെ ശവം എന്നാ പേര്. ശവത്തെ ആരെങ്കിലും സ്നേഹിക്കാറുണ്ടോ? ശവത്തെ പിന്നെ പേടിയാ. മരിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു നോക്കൂ ഭാര്യയോട്, 1 ദിവസം കൂടി, നാളെ കത്തിക്കാം, നാളെ ദഹിപ്പിക്കാം, ഒന്നും കൂടി ഒന്ന്, എന്താ പറയാ, പറ്റില്ലേ? എന്താ കാരണം? എന്താ പോയത്? ശിവൻ പോയി. അപ്പൊ ഇന്നലെ വരെ സ്നേഹിച്ചത് ആരെയായിരുന്നു? ശിവനെയായിരുന്നു. അത് അറിഞ്ഞില്ല. അതന്നെ പ്രശ്നം. അങ്ങ് ഈ ശവത്തെ സ്നേഹിക്കുന്നവനായി പോയല്ലോ. അതാണ് ദേഹാഭിമാനിയായി പോയല്ലോ. ഉള്ളിലുള്ള ചൈതന്യത്തെ ഗ്രഹിക്കാൻ പറ്റാത്ത ആളായി പോയില്ലേ. സങ്കടം ആണ്. മറ്റുള്ളവരുടെ ദോഷം മാത്രം കാണുന്നവനാണ് അങ്ങ്. അല്ല, അങ്ങനെ പറഞ്ഞാലും പോരാ, മറ്റുള്ളവരുടെ ഗുണത്തെ മുഴുവൻ ദോഷമായിട്ട് വ്യാഖ്യാനിക്കുന്നവനാണ് അങ്ങ്. ശിവന് ഗുണം മാത്രമേ ഉള്ളൂ. ത്യാഗരാജനാണ്. എന്താണ്? ത്യാഗരാജൻ ശിവന്റെ പേരാ. ഇത്ര വലിയ ത്യാഗം ആര് ചെയ്യും? പ്രപഞ്ചത്തിലുള്ള ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതി വിഷം അദ്ദേഹം അങ്ങോട്ട് കുടിച്ചു, കണ്ടത്തിൽ അങ്ങോട്ട് വെച്ചു. എന്നാലോചിച്ചു, നമ്മളത് ചെയ്യും? തന്റെ ഭൃത്യനായിട്ടുള്ള കുബേരൻ എല്ലാം കൊടുത്തു. തന്റെ നാമം ജപിക്കുന്നത് കണ്ടപ്പോഴേ സന്തോഷമായിട്ട് അങ്ങോട്ട് കൊടുത്തതാ. ഏറ്റവും വലിയ പണക്കാരനാണ് ആര്? കുബേരൻ. കുബേരൻ ആരാ? കുബേരന്റെ പണി എന്താ വെച്ചിട്ടുണ്ടോ? ശിവന്റെ കാല് കഴുകലാണ് ആരുടെ പണി? തന്റെ പാദദാസന് തന്റെ സർവസ്വവും കൊടുത്തു. ആഡംബരപ്രിയനല്ല, അദ്ദേഹത്തിന് താല്പര്യമില്ല കേട്ടാ. അതുകൊണ്ടാണ് അങ്ങനെ കഴിയുന്നത്. വൈരുദ്ധ്യങ്ങളുടെ നടുക്കും ശാന്തനായിട്ട് വർത്തിക്കുകയാണ് പരമശിവൻ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ പ്രശ്നങ്ങളാ. പക്ഷെ ആരെ ബാധിക്കില്ല? ഒരു പ്രശ്നവും ശിവനെ ബാധിക്കില്ല. അതാണ് ശിവന്റെ ഗുണം. അങ്ങനെ വേണ്ടത് നമ്മളും. തന്റെ വാഹനം കാളയാണ്, തന്റെ ഭാര്യയുടെ വാഹനം സിംഹം. സിംഹവും കാള എങ്ങനെയാ? കൈലാസത്തിലൊരു കുടുംബസംഘം ഉണ്ടെങ്കിൽ എവിടെയാ വണ്ടി പാർക്ക് ചെയ്യുക? അതൊന്ന് വിചാരിച്ചു നോക്കും. തന്റെ വണ്ടി കാള, ഭാര്യയുടേത് സിംഹം, മകൻ്റെത് ഗണപതി വന്നാൽ എലി, ഭഗവാന്റെ കഴുത്തിൽ പാമ്പ്, മറ്റേ മകൻ സുബ്രഹ്മണ്യൻ അത് മയില്. മയിലും പാമ്പും പ്രശ്ന, മയിലും എലിയും പ്രശ്ന, പാമ്പും എലിയും പ്രശ്നം, ഒക്കെ പ്രശ്ന. പക്ഷെ അവിടെ എന്തില്ല? ഒരു പ്രശ്നവുമില്ല. എന്താ കാരണം? ഇതിനാണ് ഈ ചിത്രം തന്നെ. അതല്ലാതെ നമ്മൾ വിചാരിക്കും എന്തെങ്ങനെ ശിവൻ എന്തെങ്ങനെ, ഒരർത്ഥമില്ലാണ്ട് ഋഷിമാരിങ്ങനെ കൽപ്പിക്കാൻ തോന്നുന്നുണ്ടോ? എല്ലാം പ്രശ്നങ്ങളാ. ഒരു കല്യാണം കഴിച്ചാലുള്ള പ്രശ്നം നമുക്കറിയാലോ. 2 കഴിച്ചിട്ടുണ്ട്. ഒന്ന് തലയിൽ, ഒന്ന് മടിയിൽ. ഒരുത്തി മടിയിൽ, ഒരുത്തി മുടിയിൽ ആണ്. മുടിയിൽ ഗംഗ, മടിയിൽ പാർവതി അല്ലെങ്കിൽ സതി. ഒരു കുഴപ്പം ഇവിടെ ഇല്ല, ശിവനായതുകൊണ്ടാണ്. വിഷവും അമൃതവും തീർത്തും വിരുദ്ധാണ്. കഴുത്തിൽ വിഷം, നെറ്റിയിൽ ചന്ദ്രൻ, ഇവിടെ അമൃതാണ് തലയിൽ. ഒരു പ്രശ്നമില്ല. വെള്ളം തീയും പരസ്പരം വിരുദ്ധാണ്. തലയിൽ ഗംഗ വെള്ളാണ്, നെറ്റിയിൽ 3ാമത്തെ കണ്ണ് അഗ്നിയാണ്. ഒരു കുഴപ്പമില്ല. വൈരുദ്ധ്യങ്ങളുടെ നടുക്ക് ശാന്തനായിട്ട് വർത്തിക്കുക. കൈലാസം എന്ന് പറഞ്ഞ ആധ്യാത്മിക ഉന്നതിയുടെ പ്രതീക. അത്രയ്ക്ക് ഉയർന്ന തലത്തിൽ ശാന്തനായിട്ട് വർത്തിക്കുന്ന ആ ശിവനെ വന്ദിച്ചാൽ ഗൃഹസ്ഥ ജീവിതം ഇതേപോലെ കുഴപ്പമില്ലാണ്ട് കഴിയാം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതൊന്നും ബാധിക്കാതെ സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കും. അതാണ് ഉമാമഹേശ്വരന്മാരെ സ്തുതിക്കണം, ഭജിക്കണം എന്ന് പറയും ദാമ്പത്യത്തിന് വേണ്ടിയിട്ട്, നല്ല ദാമ്പത്യം ഉണ്ടാവാൻ. കാരണം അതാണ്. കഷ്ടം, ആ ശിവനെ അങ്ങ് നിന്ദിച്ചുവല്ലോ. എൻ്റെ വിഷമം ഒരു കാര്യം ആലോചിച്ചിട്ടാണ്. എന്താ വിഷമം? അങ്ങയുടെ മകളായി പോയില്ലേ എന്ന് ആലോചിച്ചിട്ടാ. ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും അപകടമൊക്കെ ചെയ്യുമ്പോൾ ശിവൻ എന്നെ ഒരു പേര് വിളിക്കാറുണ്ട്, ദാക്ഷായണി എന്നാണ്. എന്താ പേര്? എന്താ അർത്ഥം? ദക്ഷന്റെ മകളെ, നിന്റെ അച്ഛന്റെ കുരുട്ട് നിനക്കുണ്ടല്ലോ എന്നാണ് അർത്ഥം. ആ പേര് വിളിച്ച അർത്ഥതാണ്, വെറുതെ അല്ല. നിന്റെ അച്ഛൻ ദക്ഷനാണല്ലോ.
അയാളുടെ സ്വഭാവം കുറച്ച് കിട്ടിയിട്ടുണ്ടല്ലോ എന്നുള്ള മട്ടിൽ കളിയാക്കിയിട്ട് ഈ പേര് വിളിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ പേര് കേൾക്കാൻ വയ്യ. കാരണം അങ്ങയിൽ നിന്ന് കിട്ടിയതല്ലേ ഈ ശരീരം, എനിക്ക് വേണ്ട. അതുകൊണ്ട് അങ്ങല്ലേ ഭാഗം കൊടുക്കാണ്ടിരിക്കുള്ളൂ, ഞാൻ കൊടുത്തോളാം ശിവന് ഭാഗം എന്ന് പറഞ്ഞ് ദേവി അങ്ങോട്ട് ചെന്ന് എവിടേക്ക് ചാടി? ആ ഹോമകുണ്ടത്തിലേക്ക് രുദ്രഭാഗമായിട്ട് തന്നെ അങ്ങോട്ട് സമർപ്പിച്ചു. സദ്യപ്രജ്വാല സമാധിജാഗ്നിനാ ഹര ഹര മഹാദേവ ജപിച്ചുകൊണ്ട് അങ്ങോട്ട് ചാടി. കർപ്പൂരം കത്തുന്നതുപോലെ ദേവി അങ്ങോട്ട് കത്തി. നന്ദികേശ്വരനെ ഓടി വരുമ്പോഴേക്കും കഥ കഴിഞ്ഞു. അവിടെ വെച്ച് നന്ദികേശ്വരൻ പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴേക്കും ഭൂതഗണങ്ങളെ കൃത്യകളെ വിട്ടു ഭൃഗു മഹർഷി. അത് കണ്ട് ഭൂതഗണങ്ങൾ പേടിച്ചു വരികയാണ്. അപ്പോഴേക്ക് ഈ വാർത്ത നാരദ മഹർഷി വന്ന് സമാധിയിലിരിക്കുന്ന പരമശിവനെ അറിയിച്ചു. സമാധിയിലിരിക്കുന്ന പരമശിവൻ ഈ വാർത്ത കേട്ട് സംഹാരമൂർത്തിയായിട്ട് മാറി. തന്റെ ജടാമുടി നിലത്തങ്ങോട്ട് അടിച്ചു. അതിൽ നിന്ന് ആകാശമുട്ട വലുപ്പത്തിൽ വീരഭദ്ര പെരുമാൾ, ആയിരക്കണക്കിന് കൈകൾ. തം കിം കരോമീതി ഗൃണന്തമാഹ, എന്താ അച്ഛാ ഞാൻ അങ്ങേക്കായിട്ട് ചെയ്തു തരേണ്ടത് ചോദിച്ചു. നീ പോയിട്ട് ദക്ഷന്റെ യാഗശാല ഇങ്ങോട്ട് ക്ലീൻ ആക്കിക്കോളൂ. വീരഭദ്രൻ അങ്ങോട്ട് പുറപ്പെട്ടു. യാഗശാല മുഴുവൻ നശിപ്പിച്ചു. പരമശിവനെ നിന്ദിച്ചവർക്കൊക്കെ തക്കതായ ശിക്ഷ കൊടുത്തു. പരമശിവനെ നിന്ദിക്കുമ്പോൾ താടി ഒഴിഞ്ഞാളുടെ താടി ഇങ്ങോട്ട് കുറച്ച് കളഞ്ഞു. കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിച്ചാളുടെ കണ്ണു കുത്തി പൊട്ടിച്ചു. പല്ലുകൊണ്ട് ചിരിച്ചാളുടെ പല്ല് പൊട്ടിച്ചു. തല കൊണ്ട് നിന്ദിച്ചു ദക്ഷന്റെ തല എടുത്ത് ഹോമകുണ്ടത്തിലിട്ട് ആര് പോന്നു? തിരിച്ചു വീരഭദ്രൻ പോന്നു. അതോടുകൂടി ആ യാഗശാലയിൽ പങ്കെടുത്തവർക്കൊക്കെ അവരെ കണ്ടെത്താൻ എളുപ്പമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഒന്നൊരു കുറവുണ്ടാവും. മനസ്സിലാക്കാം. ആ ദക്ഷന്റെ യാഗത്തിന് പോയില്ലേ? എങ്ങനെ മനസ്സിലായി? അല്ല മനസ്സിലായി. ഒന്നും കൈ ഉണ്ടാവില്ല, കാലുണ്ടാവില്ല, താടി ഉണ്ടാവില്ല, ചെവി ഉണ്ടാവില്ല, കണ്ണുണ്ടാവില്ല. ഇങ്ങനെ നോക്കി മനസ്സിലാക്കാം. കുറച്ച് പേര് അങ്ങനെ എങ്ങോട്ട് പോയി? ബ്രഹ്മദേവന്റെ അടുത്തേക്ക് പോയി. ഒരു ജാഥ. കണ്ണ് വെച്ചിടണം, ചെവി വെച്ചിടണം, പല്ല് വെച്ച് വരണം. ബ്രഹ്മാവ് പറഞ്ഞു പറ്റില്ല, ഇത് ഡിപ്പാർട്ട്മെന്റ് വേറെയാ, ശിവനന്തയില് ഞാൻ ഇടപെടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ശിവന്റെ അടുത്തേക്ക് പുറപ്പെടാമെന്ന് പറഞ്ഞ് അവരെയും കൂട്ടി കൈലാസത്തിലേക്ക് പോയി. അവിടെ ശാന്തനായിരിക്കുന്ന പരമശിവനെ കണ്ടു. ആരോടും വിദ്വേഷമില്ല. അപ്പൊ നേരത്തെ കണ്ടതോ, അത് ചില അഹങ്കാരം ഇല്ലാണ്ടിയേക്കാനായിട്ട് ഇടയ്ക്കൊക്കെ നമ്മൾ കണ്ടുവിട്ടാറില്ലേ? ഉള്ളിൽ ദേഷ്യമൊന്നുമില്ല, എന്നാലും ചിലപ്പം എന്ത് വേണ്ടി നടിക്കേണ്ടി വരും. ചിലപ്പോൾ ഒന്ന് നിലയ്ക്ക് നിർത്താനേ. ടീച്ചറൊക്കെ സ്കൂളിൽ ചിലപ്പോൾ കുട്ടിയോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഇത് ഇവനെ ഒച്ച ഉണ്ടാക്കി ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ട കരുതുന്നു എന്നൊക്കെ ചിലപ്പോൾ വേണ്ടി വരില്ലേ? അത്രയേ ഉള്ളൂ. ഉള്ളിലൊന്നുമില്ല. ഉള്ളിൽ ദക്ഷനോടും വാത്സല്യം മാത്രമേ ഉള്ളൂ. നേരെയാവുള്ളൂ. താൻ നേരെയാവാത്തത് എന്താ എന്നുള്ള വാത്സല്യമേ ഉള്ളൂ, അല്ലാതെ ദേഷ്യമൊന്നുമില്ല. ഇപ്പൊ ശാന്തനായിട്ടിരിക്കുന്ന ശിവനെ കണ്ടപ്പോൾ അവർക്ക് അത്ഭുതമായി തൊഴുതു നമസ്കരിച്ചു. ഇതിന് പരിഹാരം വല്ലതും ഉണ്ടോ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മദേവ പരിഹാരം ഉണ്ടോ? സജ്ജന നിന്ദയ്ക്ക് ഈശ്വര നിന്ദയ്ക്കൊക്കെ പരിഹാരം ഉണ്ടോ? അനുഭവിക്കാന്നല്ലാണ്ട് എന്താ ചെയ്യാ? പല്ലില്ലാത്തവരോട് പറഞ്ഞു ബ്രെഡൊക്കെ കഴിച്ചോളൂ, പാലിന് മുക്കിയിട്ടേ, അതാ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇല്ലയെന്നർത്ഥം. പരിഹാരം ഇല്ലയെന്നാ കാണിച്ചത്. കണ്ണ് കാണാത്ത ആളോട് പറഞ്ഞു കൂട്ടുകാരന്റെ കൈ പിടിച്ച് നടന്നാൽ മതി ഇട്ടുക എന്നൊക്കെ പറഞ്ഞു. ഇത് പരിഹാര. തലയില്ലാത്ത ആളോട് ആടിന്റെ തല വെച്ചു കൊടുത്തു. ആർക്ക്? ദക്ഷന് ആടിന്റെ തല. ഇതിലും വലിയ അപമാനം വേറെ ഉണ്ടോ? മനുഷ്യന്റെ നല്ലൊരു തല ഉണ്ടായിരുന്നു കേട്ടോ. മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തിട്ടില്ല. നമുക്കുള്ള പാടാട്ടോ. ഇങ്ങനെ ജന്മം കിട്ടിയാൽ ഇതുകൊണ്ട് സാധിക്കുന്ന കാര്യത്തിന് വേണ്ടി ശ്രമിക്കണം. മറ്റു മൃഗങ്ങൾക്ക് പറ്റുന്ന കാര്യം ചെയ്താൽ അടുത്ത ജന്മം ഭഗവാൻ വിചാരിക്കുക എന്തിനാ അപ്പൊ ഇയാളെ മനുഷ്യനാക്കണതല്ലേ സുഖം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കാരണം ആടിന്റെ സ്വഭാവമാണ് മേ 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 എന്ന് പറയുക. മേ എന്ന് പറഞ്ഞ സംസ്കൃതത്തില് എന്റേതാണ് അർത്ഥം. എന്താണ്? എൻ്റെ 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 എൻ്റെ. ഈ സ്വഭാവം ആടിന്റെയാ. മനുഷ്യനാണെങ്കിൽ എന്ത് പറയണം? യാഗ എഴുത്തിന്റെയൊക്കെ മന്ത്രം എന്താണെന്നറിയോ? അഗ്നയേ സ്വാഹ എന്ന് പറഞ്ഞ ഉടനെ എന്ത് പറയും? ഇതം നമമ, ഇതം നമമ. ഇതെനിക്കായിട്ടല്ല, എൻ്റെ അല്ല, അതൊക്കെ ഭഗവാന്, ഇതൊക്കെ സമർപ്പണമാണ്, ലോകത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്, ഒന്നും എൻ്റെ അല്ല എന്നാണ് മനുഷ്യൻ പറയേണ്ടത്. അതിനാണ് ഈ ബുദ്ധി തന്നത്. എന്നിട്ട് ആ ബുദ്ധി കൊണ്ട് താൻ എൻ്റെ എന്ന് പറയുകയാണെങ്കിൽ താൻ ആടാവല്ലേ ഭേദം. വേദമാകുന്ന വൃക്ഷത്തിന്റെ പഴമായ ജ്ഞാനത്തിനോട് താല്പര്യമില്ല. വേദവൃക്ഷത്തിന്റെ പഴമായ ജ്ഞാനത്തിനോട് താല്പര്യമില്ല, ഇലയായ കർമ്മങ്ങളോടാ താല്പര്യം. വേദമാകുന്ന വൃക്ഷത്തിന്റെ ഇലയാണ് കർമ്മങ്ങൾ, പഴമാണ് ജ്ഞാനം. ഈശ്വര കഥകളാണ് ജ്ഞാനം ആണ്. പഴം അതിനോട് താല്പര്യമില്ല. മറ്റ് കർമ്മങ്ങളോട് വലിയ താല്പര്യമാണ്. വഴിപാടൊക്കെ കഴിക്കുന്നുണ്ട്, വേണ്ടാന്നല്ല കേട്ടോ, അത് വേണ്ടെന്നല്ല. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഈശ്വര കഥകൾ കേൾക്കണില്ലെങ്കിൽ പ്രയാസ. ഇലയോട് താല്പര്യം ഏത് ജന്തുവിനാ? ചക്ക കൊടുത്ത ആട് കഴിക്കില്ല, അത് രാവിലെ പോയി കഴിക്കും. അതിനതേ വേണ്ടു. കർമ്മത്തിൽ മാത്രം ഭ്രമിച്ച് ജ്ഞാനത്തിലെത്താണ്ട് പോകുന്ന ആളല്ലേ താൻ. തനിക്ക് ആടിന്റെ തലമതി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. തെറ്റ് മനസ്സിലാക്കി തൊഴുന്ന് നമസ്കരിച്ചു. ഭഗവാനെ, അങ്ങ് എന്നെ ദ്രോഹിച്ചു എന്ന് ഞാൻ വിചാരിക്കണില്ല. ഇടയ്ക്കൊന്ന് ആടും പശുവൊക്കെ ഒന്ന് വഴി തെറ്റിയാൽ വടിയെടുത്ത് ഒന്ന് മേലെ തട്ടി വരിയിൽ തന്നെ ആക്കാറില്ലേ? ഇതുപോലെ അങ്ങ് പന്നതാ. ഞാൻ ഒന്നങ്ങോട്ട് മാറി സഞ്ചരിച്ചു, അഹങ്കാരം ഇല്ലാണ്ടാക്കി എന്നെ നേർവഴിക്ക് നടത്തി. നന്ദി.
യാഗം പൂർണ്ണമാവാനായിട്ട് വിഷ്ണു ഭഗവാന് പുരോടാശം സമർപ്പിച്ചു. മതി, എന്തും കർമ്മം പൂർണ്ണമാവാൻ ഒരു നാമം ജപിച്ചാൽ മതി. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഏത് കർമ്മവും പൂർണ്ണമാവും. അതിനായിട്ട് ഇതിപ്പം ഇടയ്ക്ക് വെച്ച് മുടങ്ങിയെന്നല്ലായത്, അത് പൂർണ്ണമാവട്ടെ കരുതി ഭഗവാന് പുരോടാശം സമർപ്പിച്ചു. വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണു ഭഗവാൻ ദക്ഷനെ വിളിച്ച് ഉപദേശിച്ചു. ഇതാണ് ഈ കഥയുടെ താല്പര്യം. ദക്ഷ, താൻ മനസ്സിലാക്കേണ്ട കാര്യം, തനിക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ശിവന്റെ വേഷം കെട്ടിയാൽ തനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറ്റുമോ? ഈ വേഷത്തിൽ തന്നെ എപ്പോഴും നടക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഞാനും ബ്രഹ്മാവും ശിവനും ഒന്നാണ്, പക്ഷെ നീ പലതായിട്ട് കാണുന്നു. വേഷത്തിലെ മാറ്റുള്ളടോ, വസ്തുവിന് മാറ്റമില്ല. അതറിയണ വെച്ചാൽ സഹസ്രനാമം നോക്കിയാൽ മതി. ശിവസഹസ്രനാമം നോക്കിയാൽ അതിൽ വിഷ്ണുവിന്റെ പേര് കാണാം. വിഷ്ണു സഹസ്രനാമം നോക്കിയാൽ എല്ലാവരുടെ പേര് കാണാം. സർവശർവ ശിവസ്ഥാണുഹു ആരുടെ പേരാ? സർവൻ, ശർവൻ, ശിവൻ, സ്ഥാണു, ഇതൊക്കെ ശിവന്റെ പേരാ. പേര് മാറുന്നേ ഉള്ളൂ, വസ്തു ഒന്നാണ്. ഓരോരുത്തരും ഓരോ ഭാഗത്തിൽ നിന്ന് ഓരോ പേര് വിളിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അച്ഛൻ പറയണം എന്റെ മകനാകേമെന്ന്, മകന്റെ ഭാര്യ പറയാം അല്ലല്ല എന്റെ ഭർത്താവാകേമെന്ന്. രണ്ടൊരാളാ. അയാളുടെ മകൻ പറയാം അല്ലല്ല എന്റെ അച്ഛനാകേമെന്ന്. ഒക്കെ ഒരാളെ പറയണത്. അല്ല അല്ല പറയുന്നത് മാത്രമേ കുഴപ്പമുള്ളൂ. ശിവൻ കേമെന്ന് പറയുന്നത് കുഴപ്പമില്ല, വിഷ്ണു മോശം എന്ന് പറയരുത്. വിഷ്ണു കേമെന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല, ശിവൻ മോശം എന്ന് പറയരുത്. ഇതൊക്കെ ഒന്ന് തന്നെയാണ്, ഒരേ ഒരു സത്യം. പല ഭാഗത്ത് നോക്കുമ്പം വിഷ്ണുവായും ശിവനായും ഭഗവതിയായും അയ്യപ്പനായും ഒക്കെ ഒരു സത്യമേ ഉള്ളൂ. രണ്ടെണ്ണം ഉണ്ടാവില്ല സത്യം, ഒന്നേ ഉണ്ടാവുള്ളൂ. ഏകമേവ അദ്വിതീയം, രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ആ ഒരേ ഒരു സത്യത്തെ പല ദിക്കിൽ നിന്ന് പല ആചാര്യന്മാര് പല പേരിന്റെ സൗകര്യത്തിന് വിളിക്കുന്നു. ഏകം സത് വിപ്ര ബഹുധാ വദന്തി. ഒരേ ഒരു സത്യത്തെ വിവരമുള്ളവര് പല പേരിൽ വിളിക്കുന്നു, ആശ്രയിക്കാൻ സൗകര്യത്തിനനുസരിച്ച്, അത്രയേ ഉള്ളൂ. നമുക്കിപ്പോ സൗകര്യം നോക്കിയിട്ടല്ലേ. ഇതുപോലെയാണ്. ഏത് ഗ്രന്ഥം നമുക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ അത് സ്വീകരിക്കാം. എത്ര പുരാണങ്ങളുണ്ട്. ഏത് ദേവനെയാണോ നമുക്ക് ഇഷ്ടം ആ ദേവനെ സ്വീകരിക്കാം, ഒരു കുഴപ്പമില്ല, അതൊന്നും ഒരു ദോഷമായിട്ട് പറയണില്ല. പക്ഷെ ഒക്കെ എത്തിച്ചേരുക ആരെ ആശ്രയിച്ചാലും ഒരേ ദിക്കില. ആകാശത്ത് നിന്ന് മഴ പെയ്യണില്ലേ, പല ദിക്കിൽ പെയ്യും. അവസാനം എല്ലാം നദിയിലെത്തി, നദികളൊക്കെ സമുദ്രത്തിലെത്തും. ഏത് വഴി സഞ്ചരിച്ചാലും അവസാനം നമ്മളൊക്കെ ഒരുമിച്ച് തന്നെ അവിടുന്ന് കാണാം. നേർവഴി ആവണം. അമ്പലത്തിലേക്ക് കയറാൻ എത്ര വഴിയുണ്ട് ഇല്ലേ? അകത്തെത്തിയാൽ പിന്നെ എല്ലാവരും ഒരുമിച്ച് കാണും. ഇത്രയേ ഉള്ളൂ, ഒരു വഴി മോശമല്ല. അതാണ് ഈ പറയേണ്ട താല്പര്യം. ഭഗവാൻമാർ എന്ന് പറയണ്ട, ഒന്നേ ഉള്ളൂ. നമ്മൾ പല പേര് വിളിക്കണമെന്ന് മാത്രം, ഒക്കെ ഒന്ന് തന്നെ. അങ്ങ് പലതുണ്ടെന്ന് വിചാരിച്ചു, അതാണ് ദുഃഖത്തിന് കാരണം. ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ദുഃഖം തീരും. തത്വം ബോധ്യമായി ദക്ഷന് ആ അബദ്ധം ഇനി ആവർത്തിക്കില്ല എന്ന് വാക്കുകൊടുത്തു. ഇത്രയും പറഞ്ഞ ആ കഥ നിർത്തിയപ്പോഴാണ് ചോദ്യം, എന്നാലും സതിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ലേശം വിഷമുണ്ട്. വിഷമിക്കണ്ട, സതി പിന്നെ ആ ദേഹം ദക്ഷനിൽ നിന്ന് വന്നുകൊണ്ടാണ് ഈ പ്രശ്നേ. കർമ്മത്തിൽ നിന്ന് വന്നാൽ നിലനിൽക്കില്ല, കുറച്ചു കാലം ഉണ്ടാവുള്ളൂ. കർമ്മം കൊണ്ട് നേടിയതൊക്കെ ഇല്ലേണ്ടിയാവും. കർമ്മം ചെയ്ത് കാശുണ്ടാക്കിയാൽ കാശ് ഇല്ലേണ്ടിയാവും. എന്തും കർമ്മം കൊണ്ട് നേടിയതൊക്കെ ഇല്ലേണ്ടിയാവും. ജ്ഞാനം കൊണ്ട് നേടിയതോ ഒരിക്കലും ഇല്ലേണ്ടിയാവില്ല. പിന്നീട് ഈ സതി തന്നെ ഹിമവാന്റെ പുത്രിയായി. ഹിമാലയം ജ്ഞാനത്തിന്റെ പ്രതീക. ഹിമവാന്റെ മകളായിട്ട് വന്നു ഹൈമവതി, പാർവതി. എപ്പോഴോ ഇപ്പം പരമശിവന്റെ കൂടെ ചേർത്ത് സുഖമായിട്ടിരിക്കണു, ഒരു പ്രശ്നവുമില്ല. ജ്ഞാനത്തിലൂടെ വരട്ടെ. അങ്ങനെയാകുമ്പോഴോ ആ സമാധാനം എന്നും ഉണ്ടാവും. മറ്റതോ കുറച്ച് കഴിഞ്ഞ് നഷ്ടപ്പെടും. അപ്പം ജ്ഞാനമാണ് മുഖ്യം. ഈശ്വര കഥകൾ കേട്ട് അറിവുണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഈശ്വരനെ പറ്റി അറിയാം, പ്രപഞ്ച സത്യം മനസ്സിലാക്കുക, അതാണ് മുഖ്യം എന്നാണ് ഇപ്പൊ ഈ കഥ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഉത്താനപാദന്റെ കഥ പറയാണ്. അതിലാണ് ഉത്താനപാദന്റെ മകനാണ് ധ്രുവൻ. ധ്രുവചരിത്രം വർണ്ണിക്കുന്നു. കുറച്ച് അധ്യായം കൂടി വായിച്ചിട്ട് നമുക്ക് ആ ഭാഗം കേൾക്കാം. ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശമോധ്യായ. മൈത്രേയ ഉവാച പ്രജാപതേർവിതരം ശിശുമാരസ്വൈ ധ്രുവ ഉപയമേ നാമതർസുതൗ കൽപ്പവത്സരൗ ഇളായാമപി ഭാര്യായ വായോ പുത്ര്യാം മഹാബല പുത്രമങ്കലനാമൻ യോഷിത്രത്നമജീജനൽ ഉത്തമസ്തു അകൃതോദ്വാഹോ മൃഗയായാം ബലീയസ ഹതപുണ്യജനേനാദ്രൗ തന്മാതാസ്യ ഗതിംഗത ധ്രുവോ ഭ്രാതൃവധം ശ്രുത്വാ കോപാമരുഷസുചാർപ്പിത ജൈത്രം സിന്ധനമാസ്ഥായ ഗത പുണ്യജനാലയം ഗത്വോദീചീന്ദ്രിശം രാജരുദ്രാനുചരസേവിതാം ദൃശഹിമവദ്രോണ്യാം പുരീം ഗുഹ്യക സങ്കുലാം ദധമൗ ശംഖം ബൃഹദ്ബാഹുഖം ദിശാനുനാദയൻ യേനോദ്വിഗ്നദൃശ ക്ഷത്തരുപദേവ്യോ പ്രസൻഭൃശം തതോ നിഷ്കമ്യ ബലിന ഉപദേവ മഹാഭടാ അസഹന്തസ്തന്നിനാദമഭിപേതുരുദായുധ സദാനാപതോ വീരഗ്രധൻവാ മഹാരഥ ഏകൈകം യുഗവൽ സർവാനഹൻ ബാണൈസ്തഭിസ്തഭി തേ വൈ ലലാടലഗ്നൈസ്തൈരിഷുഭിः സർവ ഏവ ഹി
മത്വാ നിരസ്തമാത്മാനം ആശംസൻ കർമ്മതസ്യതൽ തേപി ചാമുമൃഷ്യന്ത പദസ്പരിശനിബോരഗാ ശരൈരവിദ്യൻ യുഗവത് ദ്വിഗുണം പ്രചികീർഷവ തത പരിഘ നിസ്ത്രിംശയെ പ്രാസശൂലപരശുധയെ ശക്തിഋഷിഭ്യ പുഷുണ്ടീഭിശ്ചിത്രവാജേശ്വരൈരപി അഭ്യവരുഷൻ പ്രകുപിതാ സരഥം സഹസാരഥിം ഇച്ഛന്തസ്ഥൽ പ്രതികർത്തും ആയുധാനി ത്രയോദശ ഔത്താനപാതി സ തദാ ശസ്ത്രവർഷേണ ഭൂരിണ ന ഉപാദൃശ്യതശ്ചന്ന ആസാരേണ യഥാ ഗിരി ഹാഹാകാരസ്തദൈവാസിൽ സിദ്ധാനാം ദിവ്യശ്യതാം ഹതോയം മാനവ സൂര്യോ പുണ്യജനാർണവേ നദൽ സുയാതധാനേഷു ദേകാശിഷു അഥോമൃതേ ഉദതിഷ്ഠദ്രഥസ്തസ്യ നിഹാരാദിവ ഭാസ്കര ധനുർവിസ്ഫൂർജയൻ